بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم من تعلم القرآن وعلق مصحفا لم يتعاهده ولن ينظر فيه جاء يوم القيامة متعلقا به يقول يا رب العالمين عبدك هذا اتخذني مهجورا اقضي بيني وبينه صدق شفيعنا رسول الله صلى الله عليه وسلم يا من يعانق دنيا لا بقاء لها يمسي ويصبح مغرورا وغرارا هلا تركت من الدنيا معانقة حتى تعانق في الفردوس أبكارا إن كنت تبغي جنان الخلد تسكنها فينبغي لك ألا تأمن النار يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുവന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ നല്ല മജ്ലിസ് ഇരു ലോകത്തും ഉപകാരപ്രദമായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
ഒരുപാട് കാലം വിശുദ്ധ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, കുടുംബക്കാർ, ശിഷ്യന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ പരിപാടിയുമായി സഹായിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിച്ച് ഖുർആൻ കൊണ്ട് എല്ലാ മേഖലകളിലും ഉന്നത വിജയം കൈവരിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ഫജ്റിലെ വളരെ ശ്രദ്ധേയമായ ഒരുപാട് ചർച്ചകൾക്ക് സമയം നൽകേണ്ട ഭാഗങ്ങളാണ് ഇന്ന് നാം ഓതിക്കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിലപാടിനെ കുറിച്ചാണ് ഇന്നലെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. എങ്ങനെ പറഞ്ഞാലും മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ വരും വരായികകൾ മാത്രം ചിന്തിച്ച് ആഖിറത്തിലെ ജയപരാജയങ്ങൾ മറന്ന് അതിനുവേണ്ടിയുള്ള അധ്വാനത്തിൽ സംതൃപ്തി കണ്ടെത്താതെ ജീവിതത്തിനു വേണ്ടി മാത്രം ജീവിക്കുക, ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന ഒരു നിലപാടുകാരായി ആളുകൾ മാറിയപ്പോ അല്ലാഹു അതിനെ താക്കീത് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയും അതുപോലെ തന്നെ പരീക്ഷണവും ഒക്കെ വരാനുള്ള വഴികൾ വിശദീകരിച്ചിട്ട് ഇനി ഒന്നുകൂടി അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഇവിടെ ഈ പറഞ്ഞത് രൂപത്തിലൊന്നും നല്ല നിലയിൽ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറില്ലെങ്കിൽ പരലോകത്ത് വരുന്ന സമയത്ത് അധ്വാനം കുറവായതിന്റെ പേരിൽ കുറെ ആളുകൾ അവിടെ വിലപിക്കും. അർത്ഥമില്ലാത്ത വിലാപം നടത്തുന്നവരിൽ നിങ്ങൾ പെടരുത്. ഇനി എന്ത് ചെയ്യാനാണ് എന്ന് വിലപിക്കുന്നവർ ധാരാളം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ അവിടെ വിലപിക്കുന്നവർ സത്യനിഷേധികളാണ്. അവരെല്ലാവരും പറയും, ഒന്നുകൂടി ഒരു ചാൻസ് ദുനിയാവിലേക്ക് തന്നെങ്കിൽ വിശ്വസിച്ച് നല്ലോണം കർമ്മങ്ങളൊക്കെ ചെയ്ത് അള്ളാഹു പറയും പോലെ തന്നെ അനുസരിച്ച് ഇങ്ങോട്ട് വരാം എന്ന് പറയും. വളരെ കൂടുതൽ അങ്ങനെ ആഗ്രഹിക്കും, സദാസമയത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് നടക്കില്ല. വിശ്വാസികൾ അവിടെ പറയുന്ന സങ്കടം എന്താന്ന് വെച്ചാൽ, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊന്ന് മനസ്സ് വെക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. എനിക്കറിയാമായിരുന്നു, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന ഒരു ദുഃഖം, അവന്റെ മനസ്സിലുള്ള ആ ദുഃഖം പുറത്തേക്ക് അവൻ പറയും. അതിന് പരലോകത്തിന്റെ ഒരു ചിത്രം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ആ വിഷയം അള്ളാഹു തആല നമ്മോട് ഉണർത്തിത്തരികയാണ്. കല്ലാ, നിങ്ങൾ ഈ പറയുന്ന പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ക്ഷേമൈശ്വര്യം മാത്രം നിങ്ങളെ ലക്ഷ്യം വെച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ വശങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ഒരു വിഷയം കൂടി പറഞ്ഞു തരാം. അത് ഒരു നിലക്കും യോജിച്ചതല്ല. ദുനിയാവിലുള്ള ഈ താല്പര്യവും ദുനിയാവിന് വേണ്ടി മാത്രം ഉള്ള അധ്വാനവും ദുനിയാവിന് വേണ്ടി മാത്രമുള്ള മനക്കരുത്തും ഒഴിവാക്കി പരലോകം ഉണ്ടെന്നുള്ള ഒരു സത്യം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ, ഭൂമിയെ മുഴുവനും പൊടിപൊടിയാക്കപ്പെട്ടാൽ, ഭൂമിയിൽ ഒരു വസ്തുവും കാണാത്ത തരം പൊടി മാത്രം, മരങ്ങളില്ല, ബിൽഡിങ്ങുകളില്ല, ജലാശയങ്ങളില്ല, സർവതലങ്ങളും പൊടിയിൽ മാത്രം. തരിശു ഭൂമിയായി ഭൂമി അല്ലാഹു മാറ്റുന്നൊരവസ്ഥയെ പറ്റി പറയുകയാണ്. ഖിയാമത്ത് നാൾ നടക്കുന്നതിന്റെ മുമ്പ്
സംഭവിക്കുന്ന വലിയൊരു സംഭവ വികാസമാണ്. ഭൂമിയുടെ എല്ലാ അവസ്ഥകളും അല്ലാഹു മാറ്റും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്. ഇന്ന് കാണുന്ന ഭൂമിയാകൂല അന്ന് കാണുന്നത്. എല്ലാം ചേഞ്ച് വന്നിട്ടുണ്ടാകും. ഒരു അടയാളപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഏതെങ്കിലും ഒരു ടൗൺ നോക്കിയിട്ട് ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ മെയിൻ നഗരം എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അന്നുള്ള എല്ലാ മാറ്റങ്ങളും കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെടും. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാനുണ്ട്. ഇതാ ദുഃഖത്തില്ലർലു ദക്കൻ ദക്കാ. ആവർത്തിച്ച് 2 പ്രാവശ്യം ദക്കൻ ദക്ക എന്ന് പറഞ്ഞത് ഒരു ഭൂചലനം സംഭവിക്കുന്നതിനെ സംബന്ധിച്ചല്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ഭൂമിയെ അല്ലാഹു തആല മാറ്റം വരുത്താൻ വേണ്ടി ഭൂചലനം സംഭവിച്ച ശേഷം, ഭൂമിക്ക് പ്രകമ്പനം സംഭവിച്ച ശേഷം, പിന്നെ പർവ്വതങ്ങളെല്ലാം അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് പറിച്ചെടുത്ത്, കുന്നുകളെല്ലാം പറിച്ചെടുത്ത്, അതുപോലെ ഇവിടെയുള്ള എല്ലാ ജലാശയങ്ങളും പൂരിപ്പിച്ച്, എല്ലാ വെള്ളക്കെട്ടുകളും എല്ലാ കുഴികളും അല്ലാഹു തആല നിറച്ച് സമനിരപ്പായ ഭൂമിയാക്കി വെക്കുന്നു. വസ്വാറത്ത് മൽസാ, ഒരു മിനുസമുള്ള ഭൂമിയായി മാറി. എവിടെയും ഒരു സ്ഥലത്തും ഉയർന്നു നിൽക്കുന്ന കുന്നുകളോ പാറക്കെട്ടുകളോ ജലാശയങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല. മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടിപൊടിയാക്കി പരിവർത്തനം വരുത്തിയ ശേഷം ഇനി മനുഷ്യനെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിച്ച് നടക്കുന്ന വലിയൊരു സംഭവമാണ് രണ്ടാമത് പറയുന്നത്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. റബ്ബിന്റെ തീരുമാനം വരുന്ന ദിവസം. റബ്ബ് വരിക എന്ന അർത്ഥം വെച്ചുകൂടാ. അറബി ഭാഷ മാത്രം കഴിവുള്ള ആളുകൾ ചിലപ്പോ അങ്ങനെ അർത്ഥം വെക്കും. റബ്ബ് വരിക, റബ്ബ് പോവുക, റബ്ബ് ഇറങ്ങുക എന്നർത്ഥം വെക്കും. അത് ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യ ശൈലിയാണ്. ഏതെങ്കിലും ഒരാള് ഭരണത്തിൽ വന്നാൽ അയാളെ പേരിൽ അത് സൂചിപ്പിക്കാറുണ്ട്. സത്യത്തിൽ അയാളെ പേരല്ല ഇവിടെ ഉദ്ദേശം, ഭരണമാണ്, ആധിപത്യമാണ് ഉദ്ദേശം. ഇതേ രൂപത്തിൽ തന്നെ റബ്ബിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. വജാഅ റബ്ബുക, റബ്ബിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി വിചാരണ ചെയ്യണം. ജനങ്ങളോട് ചോദിക്കണം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ മറന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തി, വിഘ്നം വരുത്തി. റബ്ബിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബ്ബ് വരിക എന്നുള്ളത് ഒരു നിലക്കും ഇവിടെ പറയാൻ പാടില്ല. അത് ബുദ്ധിശൂന്യമാണ്. കാരണം വരവ് എന്നത് ഒരു ഹറക്കത്താണ്, ചലനമാണ്. ചലനം ഉണ്ടാകുന്നത് ജിസ്മിന് മാത്രമാണ്. തടി സങ്കല്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ശരീരത്തിനാണ്. റബ്ബ് തആലാക്ക് അങ്ങനെ ഒരു ജിസ്മില്ല. പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരിൽ ഒരു ചലനം പറയുക? അതുകൊണ്ട് വരവ് പോക്ക് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? റബ്ബിന്റെ തീരുമാനം വന്നു, ബനൂ ഉമയ്യ ഗോത്രം വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണം വന്നു എന്നാണ് ഉദ്ദേശ്യം. ഇതേ രൂപത്തിൽ നാട്ടുകാര് സാധാരണ പറയും പോലെ വജാഅ റബ്ബുക. പിന്നെന്തിനാണ് അങ്ങനെ തന്നെ പറഞ്ഞുകൂടായിരുന്നില്ലേ? റബ്ബുക എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? യഥാർത്ഥത്തിൽ അന്നാണ് റബ്ബിനെ കുറിച്ച് എല്ലാവർക്കും തിരിയുന്ന ദിവസം. ഇന്ന് തിരിയാത്തവർക്കും അന്ന് അള്ളാഹുവിനെ തിരിയും. ഇന്ന് അറിയാത്തവരും അന്ന് അള്ളാഹുവിനെ തിരിച്ചറിയും. ഇന്ന് നിഷേധിക്കുന്നവരും അന്ന് സമ്മതിക്കും. അതുകൊണ്ടാണ് വജാഅ റബ്ബുക. നിഷേധിക്കാൻ ആർക്കും അന്ന് സാധിക്കുകയില്ല. അന്ന് മനുഷ്യൻ അള്ളാഹുവിനെ നിഷേധിക്കൽ അനിവാര്യമായി വരും. ഇന്ന് പ്രകൃതിവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, പലരും ഉണ്ട്. അന്ന് എല്ലാവരും ഏകകണ്ഠമായി സമ്മതിക്കും. റബ്ബിന്റെ താക്കീതും റബ്ബിന്റെ നിശ്ചയവും റബ്ബിന്റെ നിയന്ത്രണവും ഇവിടെ നടക്കുന്നുണ്ട്, ഉറപ്പാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ.
റബ്ബിന്റെ തീരുമാനം വെളിവായി. കാരണം അടയാളങ്ങൾ കാണുമ്പോ എല്ലാവരും പറയും ശരിയാണ്, നിഷേധിക്കൂല. മലക്കുകൾ വന്നുപോയി സൊഫൻ സൊഫാ. 7 ആകാശത്തിലെ മലക്കുകളും 7 സൊഫായിട്ട് മഹ്ശറിൽ നിൽക്കുകയാണ്. സഹോദരന്മാരെ, മലക്കുകളും സൊഫ് കെട്ടി നിൽക്കുന്നു. ഓരോ ആകാശത്തിലെയും മലക്കുകൾ അവരുടെ സ്റ്റേജുകൾക്കനുസരിച്ച്, പദവികൾക്കനുസരിച്ച് അല്ലാഹു തആലാന്റെ മുന്നിൽ നിൽക്കുകയാണ്. റബ്ബിന്റെ മലക്കുകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു രംഗം വല്ലാത്ത ഒരു രംഗമാണ്. മഹ്ശറിലാണ് നമ്മളുള്ളത്. മുന്നിൽ മലക്കുകൾ 7 സൊഫായി നിൽക്കുന്നു. അതിന്റെ പിന്നിലതാ അർശിന്റെ മുന്നിലും വലത്തും ഇടത്തുമായി സർവ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടെ അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. അവിടെ കാണുന്ന ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഇനി പറയാൻ പോകുന്നത്. വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്ന് ജഹന്നമിനെ കൊണ്ടുവരപ്പെടും. ജഹന്നമിനെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. മനുഷ്യന്മാര് മുഴുവനും അത് കണ്ടിട്ട് കുത്തിയിരുന്നു പോകും. എല്ലാവരും അത് കണ്ടിട്ട് ബേജാറായി പോകും. അത് കണ്ടിട്ട് പരിഭ്രമിക്കാത്ത ഒരു മലക്കില്ല, ഒരു മനുഷ്യനും ഇല്ല. നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊഴികെ മുഴുവൻ നബിമാരും മുട്ടുകെട്ടിയിരുന്നു പോയി. ജഹന്നമിനെ എങ്ങനെയാ കൊണ്ടുവരുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുഖാദു ജഹന്നമു ബിസബഈന അൽഫി സിമാം. 70,000 കടിഞ്ഞാണും കൊണ്ടാണ് ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്നത്. ഓരോ കടിഞ്ഞാണിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. ഒരു കടിഞ്ഞാണിന്റെ കൂടെ 70,000 മലക്കുകളുണ്ട്. നരകത്തിന് മൊത്തം 70,000 കടിഞ്ഞാണുണ്ട്. വലിച്ചു കൊണ്ടുവന്നതാ ഹത്താ തുൻസബ യസാരിൽ അർശി. അർശിന്റെ ഇടത്തെ ഭാഗത്ത് അവിടെ കെട്ടിവെക്കുന്നു. ഇടത്തെ ഭാഗത്താണ് ഹതഭാഗിൽ നിൽക്കുന്നത്. അർശിന്റെ ഇടത്തെ ഭാഗത്ത് നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോ നരകം ഒന്ന് കത്തിയാളിയിട്ട് പുറത്തേക്ക് ചാടാനുള്ള ഒരു ചാട്ടം അവിടെ ഒന്ന് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന ആ സമയത്തെങ്ങാനും ഈ ഭദ്രമാക്കിയ കെട്ടെങ്ങാനും അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കുട്ടി ബാക്കി ഉണ്ടാകൂല. നരകം ഒന്ന് കുലുങ്ങ, ഒന്ന് പുറത്തേക്കൊന്ന് ചാടി കത്താൻ വേണ്ടി കത്തി റെഡിയാക്കി വെച്ച നരകമാണ്. അല്ലാഹു തആല കത്തിക്കാൻ തുടങ്ങുന്നത് മനുഷ്യരെ കൊണ്ടുവന്ന ശേഷമല്ല, 3000 വർഷം കത്തിച്ച് റെഡിയാക്കിയ നരകമാണ്. 1000 വർഷം നരകത്തെ കത്തിച്ചപ്പോൾ അത് മഞ്ഞയായി മാറി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് വെള്ളയായി മാറി. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോൾ അത് കറുത്ത കട്ടയായി മാറി. ഫഹിയ സൗദാഉ മുസ്ലിമാ. കറുത്തിരുണ്ട നരകമാണ്. ഇവിടെ ഒരു കനൽ കണ്ട കറുത്ത കളറിൽ കണ്ടാൽ തീ കെട്ടുപോയി എന്നല്ലേ പറയൽ. എന്നാൽ നരകത്തിൽ കാണുന്ന കനൽ കട്ടകൾക്ക് ശമനം ഇല്ല. അതിന്റെ തീ അണഞ്ഞിട്ടില്ല, മൂർച്ച കുറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അതിന്റെ ഗതി കുറയുകയില്ല. നരകവും സ്വർഗവും നോക്കുമ്പോ നരകത്തിന്റെ തീവ്രത എത്ര വലുതാണ്! നരകത്തിന്റെ തീവ്രത എത്ര വലുതാണ്! നരകത്തെ കൊണ്ടുവന്ന് കെട്ടുമ്പോ അതൊന്നിങ്ങനെ പിടിച്ചൊന്ന് കുലുങ്ങും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു, ലൗ തുരികത് ലഅഹറഖത് അഹ്ലുൽ ജമീഅ. ആ കെട്ടെങ്ങാനും കെട്ടാതെ നരകത്തെ വിട്ടിരുന്നെങ്കിൽ അവിടെ കൂടിയ മുഴുവൻ വസ്തുക്കളെയും മനുഷ്യരെയും അല്ലാത്തവരെയും ഒക്കെ നരകം കരിച്ചു കളയുമായിരുന്നു. നരകത്തെ കണ്ടപാട് ലഹാ തഗയ്യുലും വസഫീർ. ആ നരകത്തിന് ഇരമ്പുന്ന ശബ്ദമുണ്ട്, ഇരമ്പുന്ന ശബ്ദവുമുണ്ട്, മൂളക്ക ശബ്ദവുമുണ്ട്.
അഥവാ രണ്ട് തരത്തിലുള്ള ശബ്ദം നരകത്തിൽ എപ്പോഴും ഉണ്ടാകും. നരകക്കാരുടെ ഒരു ശബ്ദം അത് വേറെയുണ്ട്, നരകത്തിൻ്റെതായ ഒരു ശബ്ദമുണ്ട്. ഇപ്പൊ ആളുകളെയും അതിലേക്ക് ഇട്ടിട്ടില്ല, ആളുകൾ ആരെയും ഇടാതെ തന്നെ ആർത്തിരമ്പുന്ന ശബ്ദം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, വിദൂര സ്ഥലത്തു നിന്ന് നരകം കണ്ടാൽ സമിഊ ലഹാ തഗയ്യുലൻ വസഫീറാ, നരകത്തിന് ഇങ്ങനെ ഒരു പദപതക്കുന്ന ശബ്ദം, ഒരാർത്തിരമ്പുന്ന ശബ്ദം, വസഫീറൻ, ഒരു മൂളക്ക ശബ്ദമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പെരും ശബ്ദം വന്നിട്ട് പിന്നെ ആ ശബ്ദം കുറയാ. ഉസ്താദ് എവിടെ ഇരിക്ക? അങ്ങനെ നരകത്തിന്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് മുഴുവൻ മനുഷ്യന്മാരും മുഴുവൻ നബിമാരും ഔലിയാക്കളും അതിന്റെ ഭീകരമായ രൂപം കണ്ട് മുട്ടുകെട്ടിപ്പോയി. നരകത്തിന്റെ മുന്നിൽ ആർജവത്വത്തോടെ നിൽക്കാൻ കഴിയുന്ന നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. 1,24,000 വരുന്ന നബിമാര് മൊത്തം മുട്ടുകെട്ടിയിരുന്നു പോയി. എത്ര വലിയ ഔലിയാക്കളുണ്ട്, മലക്കുകളുണ്ട്. നമ്മുടെ നേതാവിനെ പറ്റി നമ്മൾ അറിയണം. നേതാവ് മാത്രമേ നിൽക്കുന്നുള്ളൂ. ലോകത്തിന്റെ നേതാവ്, ഒരേ ഒരു നേതാവുണ്ടല്ലോ, ലോകത്തിന് മൊത്തം ഒരേ ഒരു നേതാവുണ്ട്, സയ്യിദുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ നിൽക്കുന്നിട്ട് നരകത്തോട് പറയും, ഇന്നി അഊദു ബിക മിനന്നാർ, ഇന്നി അഊദു ബില്ലാഹി മിൻക, നരകമേ ഞാൻ അല്ലാഹുവിനോട് നിന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നു. അപ്പൊ നരകം തിരിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് കാവൽ ചോദിക്കുന്നത്? ലഖദ് ഹറമല്ലാഹു ലഹ്മക അലയ്യാ, നിങ്ങളുടെ ശരീരം അല്ലാഹു എനിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ നിന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് വേണ്ടിയാണ്. ആദം നബി അലൈഹിസ്സലാം ഇരുന്നിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഇരുന്നിട്ടുണ്ട്, സർവ്വ ഔലിയാക്കളും മുട്ടുകെട്ടി ഇരുന്നിട്ടുണ്ട്, 7 സ്വഫായി നിന്ന മലക്കുകളും ഇരുന്നിട്ടുണ്ട്. നരകത്തെ കൊണ്ടുവരുന്ന ഒരു നേരം നമുക്കാകെ പ്രതീക്ഷയുള്ളത് നല്ല ആർജവത്വത്തോടെ നിൽക്കുന്ന നേതാവ് മാത്രമാണ്. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ പ്രാർത്ഥന മൂലം അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. എല്ലാ മനുഷ്യരും കാണുന്ന ഒരു കാഴ്ചയാണ്, മുഴുവൻ മനുഷ്യരും നോക്കും ആ നേതാവിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു നൃത്തമാണ്. നിൽക്കാൻ ഒരു വലിയ സന്തോഷം വേണ്ടേ, നിൽക്കാൻ ഒരു വലിയ ധൈര്യം വേണ്ടേ. എത്ര ധൈര്യമുള്ള നബിമാരുണ്ട്, മുർസലുകളുണ്ട്, എല്ലാവരും ഇരുന്നു പോയി. നരകം കൊണ്ടുവരുന്നൊരു രംഗമുണ്ടല്ലോ, അത് വല്ലാത്ത രംഗമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നേരത്തെ പറഞ്ഞ സംഭവം കാണാം. നരകത്തിന്റെ ശബ്ദവും നരകത്തിന്റെ ആർത്തിരമ്പുന്ന അവസ്ഥയും ഒക്കെ കാണാം. നരകത്തെ കൊണ്ടുവന്ന് കെട്ടിയാൽ പിന്നെ മനുഷ്യൻ വിലപിക്കുകയാണ്. യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ശരിക്കാലോചിച്ചോളൂ, ശരിക്ക് നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. ഇന്നത്തെ ദിവസം യൗമഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ഓർത്തെടുക്കും. ജീവിതത്തിൽ വരുത്തിയ വീഴ്ചകളെ പറ്റി അവൻ ഇങ്ങനെ ഓർക്കും. അല്ലാ, എന്റെ യൗവനകാലത്ത് 40ന്റെ ഇടയിൽ എന്തെല്ലാം ഞാൻ കളിച്ചു, ഒരു രോഗം പോലും തരാതെ എനിക്ക് നീ ആഫിയത്ത് തന്നല്ലോ.
40 കഴിഞ്ഞിട്ട് ചേഞ്ച് വരുമെന്ന് കരുതിയിട്ട് വീണ്ടും എനിക്ക് നീ ആയുസ് തന്നു. 50 ഞാൻ അനാവശ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. 60 ഞാൻ പിന്മാറിയിട്ടില്ല. പലരും മരിക്കുന്നത് കൺകൊണ്ട് ഞാൻ കണ്ടുപോയി. ഒപ്പം പഠിച്ചവര് മരിച്ചുപോയി. സ്വന്തം ബാപ്പയുടെ ജനാസ കുളിപ്പിച്ചുപോയി. സ്വന്തം ഉമ്മയുടെ ജനാസയുടെ അരികിൽ ഇരുന്ന് ചിന്തിച്ചുപോയി. ഇതൊക്കെ നീ എനിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി തന്നിട്ടും അന്നൊന്നും ഞാൻ ഉണർന്നില്ലല്ലോ. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ഓർമ്മിക്കുന്നത് അന്നാണ്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ ഉണ്ട്, യതദക്കറു മാ ഫറത ഫീഹി, എന്തെല്ലാം വീഴ്ച വരുത്തിയോ അതൊക്കെ ഓർത്തെടുക്കും. ബിതഫാസിലിഹി, വിശദമായിട്ട്. 15ാമത്തെ വയസ്സു മുതൽ ജീവിതത്തിന്റെ ഓരോ ദിനവും രാത്രിയും അന്ന് എണ്ണിപ്പെറുക്കി മനുഷ്യൻ ചിന്തിക്കുകയാണ്. ബിമുശാഹദത്തി ആസാരിഹി വഅഹ്കാമിഹി, അതിന്റെ അടയാളങ്ങളും വിധികളും മനുഷ്യൻ ആലോചിക്കുകയാണ്. അല്ലെങ്കിലോ നരകത്തെ കൊണ്ട് വന്ന് കെട്ടിയിട്ട് ഹിസാബിന് സമയമാകുമ്പോ നല്ല നല്ല അമലുകളൊക്കെ നല്ല രൂപം പ്രാപിച്ച്, ദുഷിച്ച അമലുകളൊക്കെ ദുഷിച്ച രൂപം പ്രാപിച്ചും വരും. അങ്ങനെ നമ്മളെ നാട്ടിൽ തന്നെ പാവപ്പെട്ട കുറെ ഉമ്മമാര് സഹോദരിമാരുടെ മുന്നിൽ അവരുടെ അമലിന്റെ കൂമ്പാരം ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളിങ്ങനെ നോക്കുക, ആരാള്, അത് നമ്മളെ നാട്ടിൽ ജീവിച്ച നമ്മളൊക്കെ പരിചയമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണല്ലോ, അയാൾക്ക് ഇത്ര അമലോ, അയാളെക്കാളും വയസ്സല്ല എനിക്ക് തന്നിട്ടുണ്ടല്ലോ. നാണിക്കരുത്. അവിടെ വെച്ച് നമ്മൾ ഓർത്തിട്ട് വിലപിക്കരുത്. നന്നായി ഇവിടെ നിന്ന് മുതലാക്കി വെക്കണം. നമ്മൾ അവിടെ ഇങ്ങനെ കാണും, ഒരു പാവപ്പെട്ട ആളായിരുന്നു കേട്ടോ, പക്ഷെ ആ മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരാളി ഒരു ദുൽമും ചെയ്തിട്ടില്ല. മുന്നിൽ നിൽക്കുന്ന അമലിങ്ങനെ കാണുകയാ. ഓരോരുത്തരുടെ മുന്നിൽ നിൽക്കുന്ന അമലിന്റെ കൂമ്പാരം അല്ലാഹു നല്ല രൂപവും ദുഷിച്ച രൂപാക്കി വരുമ്പോ, നല്ലത് മാത്രം മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ കാണുമ്പോ മനുഷ്യൻ ചിന്തിക്കാൻ, ഓർക്കാൻ, ഇത്രയും നല്ല അമൽ ചെയ്യാനുണ്ടായിട്ടും ഞാൻ ചെയ്തില്ലല്ലോ. അവിടെ ദുഃഖം വരരുത്, ഇവിടെ അധ്വാനിക്കണം. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ദുൽഖർനൈൻ, നമ്മുടെ അൽ കഹഫിൽ പഠിപ്പിക്കുന്ന ദുൽഖർനൈൻ, അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമൻ, മഹാനവറുകളും ശിഷ്യന്മാരും കൂടി ബഹറുൽ ഉലുമാത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ബഹറുൽ ഉലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുൾ മുറ്റിയ സമുദ്രം. അതിലൂടെയുള്ള വെളിച്ചം എന്താണ്? മഹാനവറുകളുടെ യാത്രക്ക് അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുത്ത വെളിച്ചം. എന്തായിരുന്നു ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം? നമ്മൾ നന്നായി പഠിക്കണം, വിശദമായി പഠിക്കണം. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം മേഘമായിരുന്നു. മേഘം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തത് കാറ്റായിരുന്നു. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് അല്ലാഹു കൊടുത്തത് മേഘമാണ്. ഹൈ സ്പീഡിലല്ലേ പോകുന്നത്, മേഘത്തിന്റെ സ്പീഡ് ചെറുതാ. ആ വാഹനത്തിൽ പോകുന്ന മഹാനവർകൾ ബഹറുൽ ഉലുമാത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നമ്മളൊരു സ്ഥലത്തെത്താൻ പോവാണ്. കൂടുതൽ ആൾക്കാരോട് എല്ലാ ഭാഷയും അറിയും. ദുൽഖർനൈൻ രാജാവിന് അറിയാത്തൊരു ഭാഷയിൽ എല്ലാ ഭാഷയും. അങ്ങനെ അവിടെ എത്തുമ്പോ നിങ്ങൾ ഈ സമുദ്രത്തിന്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ നല്ല തിളക്കമാർന്ന ചില വസ്തുക്കളൊക്കെ കാണും. ആവശ്യം പോലെ എല്ലാവരും നന്നായി എടുത്തോളൂ. പിന്നീട് ആരും എടുത്തതിന്റെ പേരിലും എടുക്കാത്തതിന്റെ പേരിലും ഖേദിക്കരുത് എന്ന് പറഞ്ഞു. ദുൽഖർനൈൻ ചക്രവർത്തി എന്ത് പറഞ്ഞു? ഇതിലൂടെ നമ്മൾ പോകുമ്പോ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ വെളിച്ചം കാണും. ആ വെളിച്ചത്തിൽ സമുദ്രത്തിന്റെ ഓരത്തായിട്ട് നല്ല തിളക്കമുള്ള വസ്തുക്കൾ കാണും. ആവശ്യത്തിന് എല്ലാവരും എടുത്തോളൂ. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് വെളിച്ചത്തിലേക്ക് എത്തുന്ന സമയത്ത് ആരും ഖേദിക്കരുത്, എല്ലാരും എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ഥലത്ത് ആ പോയിന്റിൽ എത്തിയപ്പോ എടുക്കാൻ വേണ്ടി പറഞ്ഞാണല്ലോ വാരി. ചിലര് പറഞ്ഞു കുറച്ച് മതി, ഒരു കൈ വാരി. ചിലര് 2 കൈയും വാരി. ചിലര് 2 കൈ വാരിയിട്ട് കുറച്ച് പോക്കറ്റിലും മറ്റൊക്കെ സൂക്ഷിച്ച് പിന്നെയും വാരി.
പുറത്തു വന്ന് നോക്കുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള രത്നക്കല്ലുകളാണ്. അപ്പൊ കുറെ ആള് പറഞ്ഞു, നിങ്ങൾ എത്ര എടുത്ത്? ഞാൻ 2000 ദിർഹം രൂപത്തിൽ വില വരുന്ന ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ട്, നോക്കട്ടെ. അപ്പൊ 2 കൈയിൽ നിറയണ്ട. ഓ, ഞാൻ കുറച്ച് എടുത്തോളൂ. എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ കഴിയൂലല്ലോ. പിന്നെ തിരിച്ചങ്ങോട്ട് പോകൂല, പിന്നെ വേറെ റൂട്ടിലേക്കാ പോകുക. ഫാത്തുബ റൂട്ട് ഓരോ ദിവസം മാറുകയാണ്, എന്തോ റൂട്ടിലല്ല. അപ്പൊ എടുത്തവരും ഖേദിച്ചു, എടുക്കാത്തവരും ഖേദിച്ചു. തീരെ എടുക്കാത്തവര് പറഞ്ഞു, നമ്മളിപ്പോ എന്താ ചെയ്തത്, കുറച്ചെങ്കിലും എടുത്താൽ മതിയായിരുന്നു. കുറച്ചെടുത്തവര് പറഞ്ഞു, തോനെ എടുത്താൽ മതിയായിരുന്നു. ഇതാണ് ആഖിറത്തിലെ സിസ്റ്റം. ആഖിറത്തിൽ അമല് കാണുന്ന നേരത്ത് ഇവിടെ കണക്കുട്ടികളി ഇനി ചിന്തിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ, റമദാൻ ഷരീഫ് കഴിഞ്ഞിട്ട് എത്ര മാസമായി? റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത മാസം ഏതാ? മാസൊക്കെ പഠിപ്പിക്കൽ സുന്നത്ത് ഫർളാണത്. 12 മാസമുള്ള വെറുതെ സൃഷ്ടിച്ചതാ പഠിപ്പിക്കാതെ. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിറയിലെ എത്ര മാസമായി? 6 മാസം. 6 മാസം കഴിഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയത്, സ്ത്രീകൾ അവിടെ നിൽക്കട്ടെ, പുരുഷന്മാരെ പറയട്ടെ ആദ്യം, പിന്നെ പറയാം. 6 മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പുരുഷന്മാർക്ക് ഒരു 6 ഖത്മെങ്കിലും തീർക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര തീർത്തു ഓരോരുത്തരും. റമദാൻ ഷരീഫിൽ മാത്രം ഖുർആൻ ഖത്തം തീർക്കായിരുന്നാൽ മതി. അമലിന്റെ കുറവാ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ബോധ്യപ്പെടണം ശരിക്കും എന്താ നമ്മളെടുത്തുള്ളതെന്ന് ആലോചിക്കണം. 70 കഴിഞ്ഞ ആലിമീങ്ങളൊന്നും നാട്ടിലുണ്ട്. ആളെ പേര് ചോദിക്കരുത്, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാസമാകുമ്പോ 3 ഖത്മ് തീർക്കുന്നവരുണ്ട്. പകല് ഫ്രീ അല്ല, അവർക്ക് ദർസുണ്ട്. രാത്രിയൊക്കെ അവരാകെ 3 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. നമ്മൾ ശരിക്കും വിലയിരുത്തണം. 3 ഖത്മ് ഒരു മാസം തീർക്കുന്ന ആലിമീങ്ങളുണ്ട്. നമുക്ക് എന്താ ഉള്ളത്? ഒരു ഖത്മെങ്കിലും നമുക്കുണ്ടോ? ഒന്ന് കണക്കൂട്ടി നോക്കി. ഒരു ഖത്മ്, ഒരു ജുസ് ഒരു ദിവസം ഓതാൻ കേവലം അരമണിക്കൂർ പോരെ. കുറെ തൂനത്തര 20 മിനിറ്റ് എന്നൊക്കെ പാകത്തിന് പോലെ അരമണിക്കൂർ തന്നെ ആയിക്കോട്ടെ, ബാക്കി 23.5 എടുത്തോളൂ. സഹോദരങ്ങളെ, അന്ന് നമ്മൾ എണ്ണും, അന്ന് നമ്മൾ ചിക്കിച്ചികഞ്ഞ് കണക്ക് കൂട്ടും. അന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഇന്നുണ്ടാക്കണം. അന്ന് എണ്ണി പറഞ്ഞിട്ട് ആരും ഒന്നും കൊണ്ടുതരില്ല. ഇനി സഹോദരിമാരിലേക്ക് വരട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ഇന്നലെ മഹാനവറുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ. ജീവിതത്തിനേക്കാളും വലിയ സ്വർഗമാണ് പരലോകത്ത്, ബർസഖിയ ലോകത്ത് അല്ലാഹു കൊടുത്തത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെയല്ലേ അഹ്മദ് ബിൻ ഹംബല തങ്ങളെ സന്തോഷ വാർത്ത അറിയിച്ചത്. ഷാഫി ഇമാം തങ്ങളോട് സ്വപ്നം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ ജയിൽ ജീവിതം അനുഭവിക്കുന്ന, റമദാൻ ഷരീഫിൽ ചാട്ടവാറിന്റെ അടി ശരീരത്തിൽ കൊണ്ട മഹാൻ, നോമ്പ് നോറ്റിട്ട് ചാട്ടവാറിന്റെ അടി കൊണ്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തിനാ ചാട്ടവാറിന്റെ അടി കൊള്ളുന്നത്? ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല, വേറെ രീതിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നാട്ടുകാർക്ക് സാമൂഹ്യമായിട്ടൊരു ദുൽമും ചെയ്തിട്ടില്ല, കുടുംബ കലഹമുണ്ടാക്കിയിട്ടില്ല, അയൽപക്ക ബന്ധം വിച്ഛേദിച്ചതിനല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ അത് മഖ്ലൂഖാണെന്ന് പറയണമെന്ന് അന്ന് നാട് ഭരിച്ചിരുന്ന മുഅ്തസിം ബില്ലാഹി എന്ന രാജാവ് ഒരു പുതിയ വാദം കൊണ്ടുവന്നു. ആ വാദത്തിന് തന്റെ കൂടെ നിൽക്കാത്തവരെ മുഴുവനും ദുൽമു ചെയ്തു ആക്രമിച്ചു. മഹാപണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗൃഹത്തിൽ അടച്ചു. ചാട്ടവാറിന്റെ അടി ഒന്നല്ല കൊണ്ടത്, 21 എണ്ണമാ കൊണ്ടത്. ഒന്നാമത്തെ അടി വന്ന് ശരീരത്തിൽ വീഴുമ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ അടികൊള്ളുന്നത്, റബ്ബിന്റെ മേൽവിലാസത്തിൽ തന്നെ ആകട്ടെ. രണ്ടാമത്തെ അടി വന്ന് വീണപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമത്തെ അടി വന്ന് വീണപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹ് നമുക്ക് കണക്കാക്കിയതല്ലാതെ നമുക്ക് സംഭവിക്കില്ലല്ലോ, അത് നമ്മൾ സ്വീകരിക്കണല്ലോ, റബ്ബിന്റെ ഖളാ അല്ലേ.
വിശ്വാസത്തിന്റെ ഊക്കാണ്. പതറിപ്പോയില്ല, ഒരു നിലക്കും സമ്മതിച്ചു കൊടുത്തില്ല, ആ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിൽ ജീവിതം അനുഭവിക്കുമ്പോഴാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കാണുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുന്നു, ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണല്ലോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ക്ഷമിക്കാൻ പറയൂ, പകരം സ്വർഗം തരാം. അള്ളാഹുവിന്റെ ഖുർആനിനോട് ബഹുമാനക്കേടാകുന്ന ഒരൊറ്റ വാക്ക് പറയാൻ ഒരിക്കലും ഞാൻ എന്റെ പേനയുന്തുകയില്ല, എന്റെ നാവ് പ്രയോഗിക്കുകയില്ല, സമ്മതം മൂടുകയില്ല. അങ്ങനെ കാരാഗ്രഹത്തിൽ കടക്കുമ്പോ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു സ്വപ്നം കണ്ടപ്പോ വേഗം രാവിലെ വിളിച്ചോട്ടൊരു ശിഷ്യനെ വിളിച്ചു പറയുന്നു, മോനെ വേഗം ജയിലിലേക്ക് പോകണം, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് സ്വപ്നത്തിന്റെ സന്തോഷം പറയണം. അത് പറഞ്ഞിങ്ങ് പോന്നാ പോരാ, ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ പറഞ്ഞത് കൂടി പറയട്ടെ. ശിക്ഷ ഏൽക്കുന്ന സമയത്ത് ആദ്യകാലത്ത് ധരിച്ചിരുന്ന ഒരു കുപ്പായമുണ്ട്, അതൊന്ന് വാങ്ങി വരണേ. ശിഷ്യന്റെ കുപ്പായം കൊണ്ടുവന്ന ഉസ്താദ് എന്ത് ചെയ്തു? ഷാഫി ഇമാം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളത്തിലതിട്ട് മുക്കിയിട്ട് ആ വെള്ളം കൊണ്ട് ബറക്കത്തെടുത്തു. കാരണം ചാട്ടവാറിന്റെ അടികൊള്ള കുപ്പായത്തിന് ബഹുമാനമുണ്ട്. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഖുർആനിന്റെ പേരിലുള്ള ഒറ്റ ബഹുമാനം പോരെ സ്വർഗത്തിലെത്താൻ. മഹാനവറുകൾ പഠിപ്പിച്ചൊരു മസ്അല സഹോദരിമാര് മറക്കരുത്. നിങ്ങളും കൂടി പരിഗണിച്ചിട്ടാണ് ആ മസ്അല അങ്ങനെ പറഞ്ഞത് നാ മനസ്സിലാകുന്നത്. 40 ദിവസം ഖുർആനിന്റെ ഖത്മു തീർക്കാതെ 40 കഴിഞ്ഞിട്ട് പിന്തിക്കുന്നത് കറാഹത്താണ്. പുരുഷന്മാർക്ക് അങ്ങനെ 40 വേണമെന്നില്ല, പക്ഷെ നമുക്കൂടി എളുപ്പം കിട്ടിക്കണം. 40 ദിവസത്തിലേറെ പിന്തിക്കുന്ന കറാഹത്ത. സഹോദരിമാർക്കും 1 മാസം പൂർണ്ണമായിട്ട് കിട്ടൂല, പക്ഷെ 40 ദിവസം എന്ന് പറഞ്ഞാൽ അവർക്കും ചാൻസ് കിട്ടും. സാധാരണഗതിയിൽ 5 or 6 ദിവസം നമ്മുടെ നാട്ടിൽ അവർക്ക് മാസത്തിൽ ഒഴിവുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള ദിവസം അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ 40 ദിവസം ആയിട്ട് ഒരു ഖത്മു തീർക്കുന്നില്ലെങ്കിൽ ഖുർആനിനോട് നമ്മളൊരു അപമര്യാദ ചെയ്തു, വലിയൊരു പൊരുത്തക്കേട് ചെയ്തു. ഞാൻ ഒരു അമല് മാത്രമാണ് ഇവിടെ പറഞ്ഞത്, ഖനമുള്ള അമൽ. ഇനി നമ്മൾ നോക്കുക, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല്. മിക്ക ആളുകളും നമ്മുടെ നാട്ടിൽ പുരുഷന്മാര്, സഹോദരിമാര് ജുമാക്ക് വേണ്ടി ലീവാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, പണിയുള്ളവരൊക്കെ. ഒരു കഴിവിന്റെ പരമാവധി ഒരു 500 സ്വലാത്ത്, 1000 സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് അതിനൊഴിവില്ല. അന്നത്തെ ഒരു ദിവസം അതിനൊഴിവില്ല, ഒരു വെള്ളിയാഴ്ച പകലും രാത്രി അതിനൊഴിവില്ല. വെള്ളിയാഴ്ചന്റെ രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലിസ്റ്റ് നോക്കുന്ന ദിവസമാണെന്ന ഇമാം ത്വബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. വെള്ളിയാഴ്ചന്റെ അന്ന് രാത്രി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഒരു ലിസ്റ്റ് മലക്കുകൾ കൊണ്ടുവന്നു കൊടുക്കും. ഭൂമിയിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരുടെ പേരാണ് അതിലുള്ളത്. എപ്പോഴെങ്കിലും ഞാനും നിങ്ങളും അതിൽ ഇടം നേടിയിട്ടുണ്ടോ? നാളെ നരകത്തിന്റെ മുന്നിൽ ആർജവത്വത്തോടെ ധൈര്യത്തോടെ നിൽക്കുന്ന ആ നേതാവിന്റെ കണ്ണിലൊന്ന് പെടാൻ, ഒന്ന് നമ്മെ ഒന്ന് വിളിക്കാൻ, ഒരു പരിചയമുണ്ടാകാൻ വെള്ളിയാഴ്ച രാവോ പകലോ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരിക്കൽ പോലെങ്കിലും ലിസ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഇവിടെ ചിന്തിക്കേണ്ടതാണ്. എത്ര സുന്നത്തുകൾ നമുക്ക് കഴിയും, എത്ര എണ്ണം കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ അമലിന്റെ കുറവ്. അന്ന് മനുഷ്യൻ ഉണർന്ന് ചിന്തിക്കും, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അന്ന് മനുഷ്യൻ ഓർക്കുന്നു, ചിന്തിച്ചെടുക്കുന്നു. അന്ന് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? അന്ന് ചിന്തിച്ചിട്ടൊരു കാര്യവുമില്ലല്ലോ. കാരണം അന്ന് ചിന്തിക്കുന്ന ചിന്തക്കൊരു പ്രതിവിധിയും അവിടെ കിട്ടാനില്ല, അമലുകളൊന്നും ആരും കൊണ്ടുവരാനില്ല. ജഹന്നമിനെ കൊണ്ടുവന്ന് കെട്ടുന്ന നേരം
സഹോദരന്മാരെ, ജഹന്നം ഒരു ചെറിയ സംഭവമല്ല. കുറെ ഹദീസുകൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നിറം വിവർണമായിട്ടാ വന്നത്. നിറം മാറിയിട്ടുണ്ട്. നല്ല സൗന്ദര്യത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. നല്ല ഭംഗിയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അന്ന് നിറം മാറിയിട്ടാ വന്നത്. ചോദിച്ചു, എന്തേ ഇങ്ങനെ വന്നത്? ഒന്നുമല്ല നബിയെ, ഞാൻ തങ്ങൾ അടുത്ത് വരുമ്പോ അല്ലാഹു നരകത്തിൽ ഒന്ന് ഊതി കത്തിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഊതാൻ. നേരത്തെ ഊതി കത്തിച്ച തന്നെ വീണ്ടും ഒന്ന് ഊതാൻ പറഞ്ഞു. അപ്പൊ ആ ഊതാൻ പറഞ്ഞ പേടി കൊണ്ട് എന്റെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയത്, നിറം മാറിപ്പോയതാണ് പേടിന്റെ ഊക്കുകൊണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ സ്വിഫ്ലി ജഹന്നം, ആ ജഹന്നമിനെ പറ്റി ഒന്ന് എനിക്ക് വർണ്ണിച്ചു തരൂ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹു ജഹന്നമിനെ പടച്ചപ്പോൾ 3000 പ്രാവശ്യം അതിനെ കത്തിച്ചു. എന്നിട്ടതിന്റെ കറുത്ത കളർ പറഞ്ഞ ശേഷം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യാ, അങ്ങേ നബിയാക്കി അയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ജംറതൻ മിൻഹാ വഖഅത്, ആ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒന്ന് ഭൂമിയിൽ പതിച്ചാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ദുനിയാവിലെ മൊത്തം ആളുകൾ അത് കരിച്ചു കളയും. നരകത്തിന്റെ ഒരു തീക്കനൽ ഒന്ന് മതി. ഒന്ന് ദുനിയാവിലേക്ക് വന്ന് വീണാൽ എത്രയാണ് അതിന്റെ ശക്തി? നരകത്തിന്റെ ഒരു തീക്കട്ട വന്ന് ദുനിയാവിലേക്ക് വീണാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ഭൂനിവാസികളെ മൊത്തം അത് കരിച്ചു കളയും. വലൗ അന്ന സൗബം മിൻ അസ്വാബിഹാ, നരകത്തിൽ വസ്ത്രം ഉണ്ടോ? ഉണ്ട്. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിനാലുള്ള വസ്ത്രം ഉണ്ട്. റോട്ടിലൊക്കെ നമ്മൾ കണ്ടില്ലേ ടാറിടുന്നത്? അത്രയും ടാറിനാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന, കൂടുതൽ ശരീരത്തെ പഴുപ്പിക്കുന്ന, ചൂട് പിടിപ്പിക്കുന്ന, കടികട്ടിയുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും അല്ലഖ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ ലമാതു മിന്നത്തിനി റായിഹതിഹി, അതിന്റെ ദുർഗന്ധ വാസന കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മൊത്തം മരിച്ചു പോകുന്നു. നരകത്തിന്റെ ഒരു ഗൗരവം നോക്ക് നിങ്ങൾ. നരകത്തിന്റെ ഒരു വസ്ത്രം, നരകക്കാര് ധരിക്കുന്ന, ആണ് ധരിക്കുന്ന, പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മരിച്ചു പോകും. എത്ര കടുപ്പമാണ് നരകം! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറഞ്ഞു, നബിയേ, ലഹാ സബഅതു അബ്വാബ്, 7 തട്ടുകളുണ്ട്. ബഅദുഹാ അസ്ഫലു മിൻ ബഅദിൻ, ചിലത് ചിലതിന് താഴെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊക്കെയാണ് ആ തട്ടുകളിൽ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അൽ ബാബുൽ അവൽ, താഴ്ഭാഗത്തു നിന്ന് മേലോട്ടാ എണ്ണുന്നത്. 7ാമത്തെ തട്ടിലുള്ളത്, പിന്നെ 6, പിന്നെ 5, പിന്നെ 4, അങ്ങനെ എണ്ണുകയാണ്. ഏറ്റവും അടിയിലെ തട്ടിൽ അൽ മുനാഫിഖൂൻ വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേരാണ് ഹാവിയ എന്നുള്ളത്. ഹാവിയ എന്നുള്ളത് 7ാം തട്ടിന്റെ പേരാണ്. അതിലാണ് മുനാഫിഖുകൾ ഉള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിഖുകൾക്ക് അള്ളാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. വിശ്വാസരംഗത്തിലെ മഹാദൗർബല്യത്തിന്റെ പേരിൽ കടുത്ത ശിക്ഷയല്ലേ കൊടുത്തത്? മുശ്രിക്കുകളൊക്കെ എന്നെ മേലോട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, വിശ്വാസമല്ല. തങ്ങളെ വിശ്വസിക്കാൻ കഴിയൂല, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയൂല, മലക്കുകളെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാൻ കഴിയൂല, റബ്ബിന്റെ ഖദർ ഖദായിൽ വിശ്വസിക്കാൻ കഴിയൂല. വിശ്വാസരംഗത്ത് ദൗർബല്യം ബാധിച്ചവർ. പഴയകാലത്ത് മുഅ്തസിലത്ത്, ഖവാരിജ്, ഇങ്ങനൊക്കെ പറഞ്ഞ കുറെ എണ്ണുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനല്ലേ? മുഅ്തസിലത്തിന്റെ വിശ്വാസം എന്താ? മുഅ്തസിലത്തിന്റെ വിശ്വാസപ്രകാരം ഒരു വൻകുറ്റം ചെയ്താ ഓന് ഇസ്ലാമെന്ന് പുറത്താ, ഈമാന്ന് പുറത്താണ്. ഓനെ പറ്റി മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല. ഖവാരിജുകൾ ഒരുപടി മുന്നോട്ടാണ്. ഖവാരിജ് പറഞ്ഞു, വൻകുറ്റം ചെയ്താൽ അവൻ കാഫിറാണ്. ഇങ്ങനെ ദുർഘടമായ വാദഗതികൾ വിശ്വസിച്ച് നടക്കുന്നവരാ.
അങ്ങനെ ഒന്നൊന്നല്ല ഒരുപാടുണ്ട്. ഷിഈയത്ത് നോക്ക് നിങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന് താമസാക്കി തുടങ്ങി. ഇനി അവരുടെ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ വരും എന്താണെന്നറിയില്ല. ഇവിടൊക്കെ പലയിടത്തും വന്ന് താമസമായി തുടങ്ങിയവര് ഭയങ്കര ഷറുള്ളവരാണ്. അവരെ പോലെ ഷറുള്ളവരാരുമില്ല. വിദേശത്ത് പോയാൽ ബാങ്കടക്കം ചേഞ്ച് വരുത്തിയ ആളുകളല്ലേ ഷിഈയത്ത്. നമ്മുടെ നാട്ടിലൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെന്താ കൊടുക്കുക? ഹയ്യ അലൽ സ്വലാത്ത് എന്നല്ലേ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നാൽ നമ്മൾ പലയിടത്തും ബാങ്ക് കേൾക്കുക, പിന്നെ കൊടുക്കുന്ന അഷ്ഹദു അന്ന അലി വലിയുള്ളാഹ്. ഒരു സ്ഥലത്ത്, ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ്. എങ്ങനെയുണ്ട്? അതാണ് ഷിഈയത്ത്. ദുർഘടമായ വിശ്വാസം. 35 വിഭാഗമുണ്ടവര്. 35 എണ്ണത്തിന്റെ വിശ്വാസങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിരിച്ചു പോകും. ആ തരത്തിലുള്ള വിശ്വാസം, ദുർബലമായ വിശ്വാസം. മുനാഫിക്കുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നരകമാണ് 7ാമത്തെ തട്ട്. അതിന്റെ പേരാണ് ഹാവിയ എന്നത്. 6ാമത്തെ തട്ട് ഫീഹിൽ മുശ്രികൂൻ. ബഹുദൈവാരാധകർ മുഴുവനും അതിലാണ്. വസ്മുഹുൽ ജഹീം. അതിന്റെ പേരാണ് ജഹീം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് 5ാമത്തെ തട്ട് ഫീഹി സ്വാബിഊൻ. അതിലാണ് സ്വാബിഈങ്ങൾ ഉള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മതത്തിൽ നിന്ന് തെന്നിമാറിയ ആളുകൾ, അവിടുത്തെ നിയമങ്ങളെ ചേഞ്ച് വരുത്തിയ ആളുകൾ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതത്തിൽ നിന്നും അവർ മാറിയിട്ടുണ്ട്. വിധിവിലക്കുകളെ മാറ്റിയിട്ടുണ്ട് സ്വാബിഈങ്ങൾ. അവർക്കുള്ള നരകത്തിന്റെ പേരാണ് സഖർ എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള നരകത്തിലാണ് ഫീഹി ഇബ്ലീസു വഅത്ബഉഹു വൽ മജൂസ്. തീയാരാധകരും ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും. അതിന്റെ പേരാണ് ലല്ലാഹ്. അതിന്റെ നേരെ മുകളിലാണ് ഫീഹിൽ യഹൂദ്, ജൂതന്മാര് വന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് അൽ ഹുതമ എന്ന് പറയുന്ന തട്ട്. അതിന്റെയും മേലെ അന്നസാറ, ക്രൈസ്തവരാൻ. താഴെ മുതൽ 6ാമത്തെ 6 തട്ടുകൾ എണ്ണിപ്പോ ഇനി 1ാമത്തെ തട്ട് കൂട്ടുമ്പോൾ അതിലാരാന്നറിയോ? ഫീഹി ഉസാത്തുൽ മുവഹിദീൻ. അല്ലാഹുവിലും അല്ലാഹുവിന്റെ ഹബീബിലും വിശ്വസിച്ച ഏകദൈവ വിശ്വാസികളിലെ ദോഷികളില്ലേ, ദോഷം പൊറുപ്പിക്കപ്പെടാത്തവര് 1ാമത്തെ തട്ടിലാണ്. അതിന്റെ പേരാണ് ശരിക്ക് നാറ് എന്ന് പറയുന്നത്, ജഹന്നം എന്ന് പറയുന്നത്. ഈ ജഹന്നം പിന്നീട് ശിക്ഷ കഴിഞ്ഞിട്ട് കാലിയാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കാലിയാകുന്ന നല്ല സുഖമുള്ള ഏർപ്പാടല്ലത്. കടന്നു നോക്കിയാലല്ലേ അതിന്റെ ശിക്ഷന്റെ ഗൗരവം കേൾക്കുമ്പോഴല്ലേ അത്ഭുതം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നരകത്തിന്റെ അവസ്ഥ കേട്ടിട്ട് തങ്ങളുടെ ശരീരത്തിന്റെ ഒരു മാറ്റം ഫാത്തിമ ബീവിയോട് പോയിട്ട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബേ കൈഫ യദ്ഖുലൂനഹാ, നരകത്തിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ പ്രവേശിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അമ്മർ റിജാലു ഫബില്ലുഹാ, പുരുഷന്മാരെ നരകത്തിലേക്ക് പിടിച്ചിടുന്നത് താടി പിടിച്ചിട്ട് ഒരൊറ്റ ഏറാകുന്നു. ഒന്നാമത്തെ തട്ടിലുള്ള കഥ പറഞ്ഞതാണ്. ഒന്നാമത്തെ തട്ടിൽ പ്രവേശിപ്പിക്കുന്നവർ അവരെ താടി പിടിച്ചങ്ങോട്ട് വലിച്ചെറിയുന്നു. അതേ സ്ത്രീകളോ അവരുടെ ബാക്കിലെ മുടിയുണ്ടല്ലോ, മുടി പിടിച്ചിട്ടൊരു കറക്കമാണ്, ഒരു ഏറാണ്. പിന്നെ അവരാ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നത് നബി തങ്ങളെ ശഫാഅത്ത് കൊണ്ട് പുറപ്പെടും. മറ്റു ധാരാളം ശഫാഅത്തുകൾ കൊണ്ട് പുറപ്പെടും എന്ന് പറയുമ്പോൾ സലാമത്ത് തോന്നണ്ട. അതിലുള്ള അവസ്ഥ അത്രയും ഗൗരവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഈ നരകം ചിന്തിച്ചാണ് മഹാന്മാരായ പലരും ഭക്ഷണം കഴിക്കാതെ വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങിയത്. ഈ നരകം ചിന്തിച്ചാണ് പല മഹാന്മാരും പല ഏർപ്പാടുകളും നിർത്തിയത്.
ജഹന്നമിനെ അന്ന് കൊണ്ടുവരപ്പെടും. യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അന്ന് മനുഷ്യൻ ഓർത്തെടുക്കും, അന്ന് മനുഷ്യന് ഓർമ്മിക്കും, നല്ലോണം ചിന്തിക്കും. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ദോഷം പൊറുക്കുമാർ രൂപത്തിൽ നല്ല അമൽ ചെയ്യണം. വഅന്നാ ലഹു ദിക്റാ. അവിടുന്ന് ഓർത്തിട്ട് എന്ത് കിട്ടാനാണ്? ഓർമ്മിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കരഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? യഖൂൽ, അന്ന് മനുഷ്യൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഞാനൊന്നും തയ്യാറാക്കി വെച്ചില്ലല്ലോ. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി നേരത്തെ ഒന്നും റെഡിയാക്കി വെച്ചില്ലല്ലോ. ഇവിടെ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുത്തു പോയി മഹാന്മാര് മുഴുവനും. സമ്പത്ത് കൊണ്ടതിന് വേണ്ടി ഒരുക്കിയവരുണ്ട്, കഴിവ് കൊണ്ട് ഒരുക്കിയവരുണ്ട്. ആഖിറത്തിന് വേണ്ടി ഏറ്റവും നല്ല മുതൽ ഇവിടെ ഉണ്ടാക്കി വെച്ച് പോയതാരാണ്? അതേ ഇൽമു പകർന്നു നൽകിയവരാണ്. എത്ര കാലമായി സഹോദരങ്ങളെ ലോകത്തുള്ള ജനത ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഓതാൻ തുടങ്ങിയിട്ട് ഹദീസ് ക്രോഡീകരിച്ച മഹാന്മാര് ആഖിറത്തിലേക്ക് സമ്പാദ്യമുണ്ടാക്കി. ആ ഹദീസിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി പഴയ കാലത്തെ പണക്കാര് പണം കൊടുത്തിട്ടുണ്ട്. അവരും ആഖിറത്തിലേക്ക് സമ്പാദ്യമുണ്ടാക്കി. പള്ളി നിർമ്മിച്ചത് സമ്പാദ്യമാണ്, മദ്രസ നിർമ്മിച്ചത് സമ്പാദ്യമാണ്, വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് സമ്പാദ്യമാണ്, വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തത് സമ്പാദ്യമാണ്, കിണർ നിർമ്മിച്ചു കൊടുത്തത് സമ്പാദ്യമാണ്, ഖുർആന് പഠിപ്പിച്ചു കൊടുത്തത് സമ്പാദ്യമാണ്, കിതാബ് എഴുതി വെച്ചത് സമ്പാദ്യമാണ്. നമ്മൾ നാളെ ഈ സദസ്സിൽ ചൊല്ലുന്ന ദിക്റുകൾ നമ്മളിപ്പോ സാധാരണ മാസം മാസം എല്ലായിടത്തുമുള്ള മഹദറത്തുൽ ബദരിയ, അതിലാ ബൈത്ത് ബഹുമാനപ്പെട്ട അബു സഅദാത്ത് അഹ്മദ് കോയ ഷാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെത്ര കാലം മുമ്പ് എഴുതി വെച്ചതാ. ഇപ്പൊ നോക്ക് നിങ്ങൾ, അത് വെളിച്ചം വീശിയില്ലേ? അവരുടെ ഒരു എഴുത്ത് എത്ര കാലം മുമ്പ് അവർ എഴുതി, ആ എഴുത്തിന് ഫലം കണ്ടില്ലേ? എത്ര ആളുകൾ ഇത് ചൊല്ലി. ഹദ്ദാദ് റാത്തീബ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, എത്ര വലിയ മഹാനാണ്. അവരൊക്കെ ദിക്റിന്റെ ആ ദിക്റിന്റെ ആനന്ദം കൊണ്ടും സ്വീകാര്യത കൊണ്ടുമാണ് ഹദ്ദാദ് റാത്തീബിന് ഇത്ര സ്വീകാര്യത വരാൻ കാരണം. ഹദ്ദാദ് എല്ലാ ദിവസവും ചൊല്ലണം, ഒറ്റ ദിവസവും ഹദ്ദാദ് വിടരുത്. അതിനാ റാത്തീബ് എന്ന് പറഞ്ഞു. അല്ല, റാത്തീബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹദ്ദാദ് ആണ്ടർദീ ചൊല്ലുന്ന റാത്തീബ് അറിയില്ല. റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായത് എന്നാണ്, പതിവായി ചൊല്ലും എന്നും. ചില സ്ഥലത്തൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഹദ്ദാദ്, അതുപോലെ ഹദ്ദാദ് റാത്തീബാണ്. അതൊന്നും പതിവാക്കേണ്ടതാണ്, ഒറ്റ ദിവസം വിടാതെ. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ദിക്റിന് കിട്ടിയ സ്വീകാര്യതയാണ്. 20 വയസ്സിന് ശേഷം മഹാനവറുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. വലിയ മഹാനാണ്. 80-ലധികം വയസ്സ് ജീവിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാഴ്ച നഷ്ടപ്പെട്ട ശേഷമാണ് കിതാബ് രചിക്കുന്നത്. കിതാബിന് ഇൽമു പറഞ്ഞു കൊടുക്കാം. ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതാൻ മാത്രം ശിഷ്യന്മാര് വലത്തും ഇടത്തും ഇരുന്നിട്ട് എഴുതാൻ. ആ മഹാനവറുകൾ കുട്ടിക്കാലം മുതൽക്ക് പള്ളിയിൽ വരാൻ തുടങ്ങി അന്ന് മുതൽക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ അവിടെ ഇരിക്കും. ഒരു മാല എടുത്തിട്ട് 1000 തഹ്ലീൽ ചൊല്ലും. റമദാൻ ആകുമ്പോൾ അത് 2000 ആക്കും. എത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ടാവും? അതൊരു 15 വയസ്സ് മുതൽ 80 വയസ്സേ കുട്ടിയെ എത്ര ദിക്റായി. ലോകതലത്തിൽ പോയി നോക്കൂ, എവിടെയുണ്ടല്ലോ ഹദ്ദാദ്. എത്ര ലക്ഷം ജനങ്ങളാണ് ചൊല്ലുന്നത്. മുതലായി പോയില്ലേ? അവിടുത്തെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ. പോകട്ടെ സഹോദരന്മാരെ, മുഹിദ്ദീന്മാരെ രചിച്ചത്, നഫീസത്തുമാരെ രചിച്ചത്, മങ്കൂസ് മൗലിദ് രചിച്ചത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ബദരിയത്ത് ബൈത്ത്, ബദർ മൗലിദ്, ചെറിയ ബദരിയത്ത് ബൈത്തും വലിയ ബൈത്തും, ഇതൊക്കെ രചിച്ച ആളുകൾ ഇവരൊക്കെ സമ്പാദ്യം ഉണ്ടാക്കിപ്പോയി. അതേ ഖുർആൻ പഠിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന വിധം തജ്വീദിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച ഉലമാക്കൾ, മദ്രസയുടെ കിതാബ് രചിച്ച മഹാന്മാർ, അതിനൊരു സംവിധാനം കൊണ്ടുവന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചവര്,
ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, വലിയൊരു പങ്കുണ്ടല്ലോ മദ്രസയുടെ വിഷയത്തിൽ. അവിടുത്തെ തലയിൽ നിന്നല്ലേ ഈ ഒരു വലിയ അഭിപ്രായം വന്നത്. അതെങ്ങാനും ഇവിടെ നടപ്പിലായില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പഴയ ഓത്തുപള്ളി ഇന്ന് നിലനിന്നാൽ എന്തായിരിക്കും അവസ്ഥ? സുഗമമായ സുന്ദരമായ ഒരവസ്ഥ കൊണ്ടുവന്ന് അതും കാലത്തോട് യോജിക്കുന്ന രൂപത്തിൽ വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതികളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ ഉലമാക്കൾ അവരാഖിറത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കിപ്പോയി. നമ്മളും ഒരു മുത്തല്ലിമിനെ വളർത്തിയിട്ടുണ്ടോ? ഒരു ആലിമിനെ വളർത്തിയിട്ടുണ്ടോ? സമ്പാദ്യമാണ്. ഒരു മുത്തല്ലിമ് നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോ മോനെ അടുത്ത കൊല്ലം പുതിയ കിതാബ് ഓതുന്നുണ്ടോ? ഉണ്ട്. ഏതാ മോനെ ഓതുന്ന കിതാബ്? ബുഖാരി തുടങ്ങാനുണ്ട്. എത്ര മോനെ ബുഖാരിക്ക് വില? ആഖിറത്തിലേക്ക് എനിക്കൊരു സമ്പാദ്യം ഉണ്ടാകാനാണ്. ബുഖാരിക്ക് ദാ ഇത്ര കാശുണ്ട്, അതെന്റെ വക തരാം. ഒരു കുട്ടിയെ നമ്മൾ അങ്ങനെ വളർത്തിയെടുത്താൽ, ഇൽമു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പേന കൊടുത്തിട്ട് ആ പേന കൊണ്ട് ഒരുപാട് ഇൽമ എഴുതിയാൽ നമ്മൾ നല്ലതിനെപ്പോഴും കാരണക്കാരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിലെത്തി വിലപിക്കരുത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു അബി അമീർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. മഹാനവർകൾ പറഞ്ഞു, ലൗ അന്ന അബ്ദൻ ഖറ അലാ വജീഹി, ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് മുതൽ മിൻ യൗമി ഉലിദ, ജനിച്ചത് മുതൽ ഇലാ അയ്യമൂത്ത്, മരിക്കുന്നത് വരെ, ഹറമൻ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി കഴിഞ്ഞുകൂടിയാലും ലഹഖറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ചെറുതായി തോന്നും. ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരിക്കും വരെ അമൽ ചെയ്തിട്ടുണ്ട്. ആളുകൾ കണ്ട ജീവിതം. പക്ഷെ അത്ര നിറഞ്ഞ അമലുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും. മാത്രമല്ല വലവദ്ദ, ആ മനുഷ്യൻ കൊതിക്കും, ആഗ്രഹിക്കും, അന്നഹു യുറദ്ദു ഇലദ്ദുന്യാ, ഒന്നുകൂടി ദുന്യാവിലേക്കൊന്ന് മടക്കി തന്നിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ശേഖരിച്ചു വരാമായിരുന്നു. അങ്ങനെ വിലപിക്കുന്ന നേരത്ത് നമ്മൾ കൈകടിക്കുന്നവരാകരുത്. അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അതിന് സമ്പാദ്യം വേണം. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി എന്ന് അവിടെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വീണു പോകരുത്. സമ്പാദ്യം കണ്ടിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആഖിറത്തിലെത്തുമ്പോ ഫസ്റ്റ് മുന്നോടിയായിട്ട് കാണുന്ന വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കൾ ഇങ്ങനെ വരി വരിയായി നോക്കുമ്പോ ഹിസാബില്ലാത്ത വിഭാഗം, ഹിസാബില്ലാത്ത വിഭാഗം, ഹിസാബില്ലാത്ത കുറെ വിഭാഗങ്ങളുണ്ട്. അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ശുഹദാക്കളോട് എന്ത് ഹിസാബ് ചെയ്യാനാ? ശുഹദാക്കൾ നിൽക്കുമ്പോ എത്ര തുള്ളി രക്തം ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞിട്ടുണ്ടോ അത്രയും തുള്ളി ഉണ്ടാവും. രക്തം പൊടിഞ്ഞിട്ടാണ് വരിക. കരള് മാന്തിയ ഹംസ റളിയല്ലാഹു അൻഹു കരള് മാന്തിയ രൂപത്തിലാണ് വരിക. അതേ പല ഭാഗത്തും 80 കുത്തുകൾ കൊണ്ടവരുണ്ട്, 90-ലധികം കുത്തുകൾ കൊണ്ടവരുണ്ട്. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തന്നെ തിരിച്ചറിയാതെയായില്ലേ? വിരലടയാളം കണ്ടിട്ടല്ലേ സഹോദരി പറഞ്ഞത് എന്റെ സഹോദരനാണ്, അനസ് ഇബ്നു നദറാണ് എന്ന്. അത്രത്തോളം ശരീരം രൂപവൈകൃതം അംഗവിച്ഛേദം ചെയ്യപ്പെട്ടവർ ആഖിറത്തിൽ അങ്ങനെ വരുമ്പോ അവരുടെ ശരീരത്തിൽ രക്തമുണ്ട്. ലൗനുഹു ലൗനു ദമിൻ, ആ രക്തത്തിന് ദുനിയാവിലെ രക്തത്തിന്റെ കളറാണ്. വരീഹുഹു റീഹുൽ മിസ്കി, ആ രക്തത്തിന്റെ ഗന്ധം കസ്തൂരിയുടെ ഗന്ധമാണ്. അവരോട് എന്ത് ചോദിക്കാനാണ്? ഈ രക്തം മുഴുവനും മുറ്റിയതും പൊടിഞ്ഞതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ? ഒന്നും അവരോട് ചോദ്യമില്ല, അവരോട് ചോദ്യമില്ല. കാരണം അവരെ കൊണ്ടുപോകാൻ മലക്കുകൾ വരി വരിയായി നിൽക്കുന്നു. പിന്നെയും സമൂഹത്തിൽ ഒരുപാട് പേരെങ്ങനെ പോകുന്നുണ്ട്. ഇരിക്കട്ടെ, അവസാനം ഹിസാബില്ലാതെ പോകുന്നൊരു വിഭാഗമുണ്ട്. ഞാനത് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ല തന്ന സൗകര്യങ്ങളിൽ കണ്ണഞ്ചിപ്പിച്ചു പോകരുത്. അല്ല തന്ന സൗകര്യങ്ങളിൽ മതിമറന്നു സുഖിച്ചു പോകരുത്. നാളെ അവസാനം ഹിസാബില്ലാതെ കൊണ്ടുപോകുന്ന കൂട്ടരാരാണ്? ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. ഒരു ചോദ്യമുണ്ട് പങ്ങന്മാരെ. ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. കിടന്ന് 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 മരിക്കാതെ
ഉറക്കം നടിച്ചുകൊണ്ട് പാതിരാത്രിയിൽ സുബഹി വരെ കിടക്കാതെ സുബഹിന്റെ മുമ്പ് കിടപ്പറ വിട്ടവരെവിടെ? സുബഹിന്റെ മുമ്പ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റവരെവിടെ? അവസാനത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യം കൂടി കഴിഞ്ഞാൽ പിന്നെ ഹിസാബ് നടക്കുകയാണ്. അപ്പോഴും കുറെ ആളുകൾ എഴുന്നേൽക്കുന്നുണ്ട്. മലക്കുകൾ അവരെ സന്തോഷം പറഞ്ഞ് സലാം പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അവരെ കാണുമ്പോ പലരും വീടില്ലാത്തവരാണ്, പലരും പുല്ലുകൊണ്ട് മേഞ്ഞ വീട്ടിൽ താമസിച്ചവരാണ്, പലരും താർപ്പായ മറച്ച വീട്ടിൽ താമസിച്ചവരാണ്, പലർക്കും വാർപ്പിന്റെ വീട് കണ്ട് പരിചയമേ ഇല്ല, ടെറസിന്റെ വീട് അവർക്ക് അനുഭവമില്ല. ഇടം പിടിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 5:15 കഴിഞ്ഞിട്ട് വാങ്ങ് കൊടുക്കുമ്പോ ഒരു 4:45 എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഒരു 4:40 എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചു വെച്ച് എല്ലാ ദോഷങ്ങളും മനസ്സുകൊണ്ട് ഓർത്തെടുത്ത് കണ്ണീരൊലിപ്പിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം റബ്ബിനോട് മാപ്പ് പറയുന്ന, അല്ലാഹുവിലേക്ക് കേണപേക്ഷ നടത്തുന്ന ഒരു രംഗം സുബഹിന്റെ മുമ്പ് സഹോദരന്മാരെ മണിക്കൂർ കണക്കിന് മഹാന്മാരെങ്ങനെ ചെലവഴിച്ചു. ഓരോ ദിവസവും അവർക്ക് മതിയായിട്ടില്ല എന്ന് തോന്നിപ്പോയി. എന്നാ കുറച്ചെങ്കിലും നേരം നമുക്കതിന് സമയം കാണണം. റമദാനു ഷരീഫിൽ മാത്രം നടത്തേണ്ടതല്ല തഹജ്ജുദ് നിസ്കാരം, എന്നും നടത്തേണ്ട ഒരു നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് സ്വന്തം ഭാര്യമാരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. മരുമകനെയും മകളെയും തഹജ്ജുദിന് വിളിച്ചു നിർത്തിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി. ഇമാം ബുഖാരി തങ്ങൾ കിതാബ് തഹജ്ജുദിൽ രേഖപ്പെടുത്തിയത് കാണാം. സുബഹിക്കല്ല വിളിച്ചത്, തഹജ്ജുദിനാ വിളിച്ചത്. ആഖിറത്തിലെ സമ്പാദ്യം അവിടെ കാണാനാ. ആ മഹാന്മാർ ജീവിച്ച വീടിന്റെ അവരുടെ സൗകര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ നാണിച്ചു പോകരുത്. നമ്മൾ കിടന്നിട്ട് ഒരു കാലത്തും ഉറക്കം മതിയാകാത്തവരാകരുത്, ക്ഷീണം വിടാത്ത രൂപത്തിലാകരുത്. ഇവിടൊക്കെ കുറച്ച് ക്ഷീണം ശമിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ആഖിറത്തിലെ ക്ഷീണം സഹിക്കാനാകൂല, പരലോകത്തെ ക്ഷീണം സഹിക്കാനാകൂല. അതുകൊണ്ട് നിറയെ അമലുള്ളവർക്കും വന്ന് അമല് ചെറുതായി തോന്നും. സത്യനിഷേധികൾ അന്ന് വിലപിക്കുന്നത് ഫലൗ അന്ന ലനാ കർറ ഫനകൂന മിനൽ മുഅ്മിനീൻ, ഒരൊറ്റ ചാൻസ് കൂടി തന്ന ഈമാൻ സ്വീകരിച്ചു വരാം. നടക്കൂ ഇനി അത്? ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ അള്ളാഹിനോട് പറയാം, പടച്ചോനെ ഒരൊറ്റ ചാൻസ് കൂടി കൊണ്ടാ ഞങ്ങൾ മൂമിനായിട്ട് വരാം. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈമാനോടെ പോകുന്ന നമുക്ക് നിറഞ്ഞ അമല് വേണം. സഹോദരിമാരെ, അമല് കുറക്കണ്ട. നിസ്കാരവും നോമ്പും ഒന്നും കുറക്കണ്ട, ഒരു നിസ്കാരവും വിടണ്ട. നിസ്കാരം ചെറിയ വിഷയമല്ല, ഒന്നും വിടരുത്. പ്രായപൂർത്തി എത്തിയതിനു ശേഷം നിസ്കാരത്തോട് നല്ല ശ്രദ്ധ വേണം. എന്റെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മറിച്ചു നോക്കിയാൽ നിസ്കാരത്തെ പറ്റി ഗൗരവത്തോടെ പറയുന്നത് കേൾക്കാൻ പറ്റും. കാരണം എന്താ? അല്ലാഹു തആല വിജയിച്ചവർക്ക് പറഞ്ഞൊരു അടയാളമല്ലേ നിസ്കാരം. നിസ്കാരം വിജയിച്ചവർക്കുള്ളൊരു അടയാളമാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും അത് ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ആരാ വിജയിച്ചവർ? നിസ്കാരല്ലേ അല്ലാഹുവോട് എണ്ണി പറഞ്ഞൊരു അമല്. ആ നിസ്കാരം വിട്ടേക്കരുത്, ഒരൊറ്റ ഘട്ടത്തിലും വിടരുത്. സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ടും ആരും നിസ്കാരം ഒഴിവാക്കരുത്. അത് കൂട്ടി കൊണ്ടുപോകാനെങ്കിലും ശരി, കൂട്ടി കൊടുക്കാനാണെങ്കിലും ശരി, പുതിയണ്ണിനെ ഇറക്കാനാണെങ്കിലും ശരി, പുതിയനെ കൊണ്ടുവരാനാണെങ്കിലും ശരി, ഒരൊറ്റ നിസ്കാരവും മഗ്രിബാകട്ടെ ഇശാകട്ടെ വിട്ടേക്കരുതേ. നിങ്ങൾ അങ്ങനത്തെ വിഷയത്തിൽ സംബന്ധിച്ചാലും സംബന്ധിച്ചിട്ടില്ലെങ്കിലും നിസ്കാരം വിട്ടിട്ട് ഒരു ഏർപ്പാടിന് പോകരുത്, നിസ്കാരം വിട്ടിട്ട് ഒരു ജോലിക്ക് പോകരുത്, നിസ്കാരം വിട്ടിട്ടൊരു യാത്രക്ക് പോകരുത്. എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരമുണ്ട്.
നോമ്പ് സമൂഹത്തിൽ എല്ലാവർക്കും ഇല്ല, ഹജ്ജ് സമൂഹത്തിൽ എല്ലാവർക്കും ഇല്ല, അതുപോലെ തന്നെ സക്കാത്ത് എല്ലാവർക്കും ഇല്ല. എല്ലാവരോടും എപ്പോഴും ബന്ധിക്കുന്ന ഒരു വിഷയം നിസ്കാരമല്ലേ? ഇത്ര ബന്ധിക്കുന്ന ഒരു വിഷയം ഏതാണ്? ഹജ്ജ് എണ്ണപ്പെട്ട ആളുകൾക്കല്ലേ അതിനെല്ലാ ഒഴിവും കഴിവും വേണ്ടേ? സക്കാത്തും അതിന്റെ കണക്കെത്തണ്ടേ? നോമ്പും അതിനൊരു ആരോഗ്യം വേണ്ടേ? നിസ്കാരമോ ആരോഗ്യം ഫുള്ള് വേണ്ട. ബുദ്ധിയുണ്ടോ? നിസ്കാരം വേണം. സഹോദരന്മാരെ, ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം നോമ്പ് നടക്കുവോ? നടക്കൂല. നോമ്പിന് മുത്തീഖില്ലഹു, ഫത്ഹുൽ മുഈനിൽ കാണാം, മുത്തീഖില്ലഹു, നോമ്പിന് കഴിവ് വേണം, ആരോഗ്യം വേണം, എങ്കിലേ നോമ്പ് നടക്കൂ. നിസ്കരിക്കാനോ ആരോഗ്യം വേണ്ട, ബുദ്ധി മാത്രം ബാക്കിയുണ്ടെങ്കിലും നിസ്കാരത്തിന്റെ വുജൂബുണ്ട്. ഇത്ര കട്ടിയുള്ളൊരു വിഷയം ഏതാണ്? അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്ന അമല് ഒന്നും കുറഞ്ഞുകൂടാ. നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞ മഹാന്മാർ എത്രയുണ്ട്? ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞുപോയി, നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞുപോയി. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളോട് ഏറ്റവും ദേഷ്യം പിടിച്ച വിഷയം ഖന്തക്കിൽ അവിടുത്തെ നിസ്കാരം സമയത്ത് തൊട്ട് തെറ്റിച്ചപ്പോഴല്ലേ? സിഹ്ർ ചെയ്ത യഹൂദിക്ക് നബി തങ്ങൾ എതിരെ ദ്വാരുന്നോ? ദ്വാരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ കല്ലെറിഞ്ഞ ശത്രുവിനെതിരെ ദ്വാരുന്നോ? ദ്വാരുന്നില്ല. ത്വായിഫിന്റെ തെരുവീതിയിൽ കല്ലെടുത്തെറിഞ്ഞ് രക്തം പൊട്ടിച്ചവർക്കെതിരെ ദ്വാരുന്നോ? ദ്വാരുന്നില്ല. അതേ വിഷം മൂട്ടിയ മാംസം തിന്നാൻ കൊടുത്ത പെണ്ണിനെതിരെ അള്ളാന്റെ ഹബീബ് ദ്വാരുന്നോ? ദ്വാരുന്നില്ല. അസ്ർ നിസ്കാരം സമയത്തിൽ നിന്നങ്ങ് നീങ്ങിയപ്പോ അവിടുത്തെ മുഖം മാറിപ്പോയി, നിറം മാറിപ്പോയി. അവിടത്തേക്ക് സങ്കടം തീർക്കാനൊക്കുന്നില്ല. മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ, അവരുടെ ഭവനങ്ങളും അവരുടെ കുഴിമാടങ്ങളും തീ കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. എന്തൊരു ദുആ നിങ്ങൾ നോക്ക്. സുബ്ഹി നിസ്കാരത്തിൽ കുത്തേറ്റ് വീട്ടിൽ വന്ന് കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാവരും വിഷമിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. ബോധം തെളിഞ്ഞിട്ട് മകനോട് ചോദിക്കുന്നു, മോനെ നിങ്ങൾ നിസ്കാരം എന്തേ ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ നിസ്കാരം എന്ത് ചെയ്തു? ജമാഅത്ത് എന്ത് ചെയ്തു? ഒരു ഖലീഫക്ക് അങ്ങനെ കുത്തുകൊണ്ടാ? നിങ്ങൾ നോക്ക്, നിസ്കാരത്തിൽ എത്ര ശ്രദ്ധയുള്ളവരാ സ്വഹാബിമാര്. നമ്മളെ നാട്ടിൽ എവിടെങ്കിലും ഒന്ന് പൊട്ടിയാ പിന്നെ ആരെങ്കിലും കാണും കൊണ്ട് ഒരാഴ്ചക്കാലം പള്ളി ലീവും മദ്രസ ലീവും ഒക്കെ ലീവായിരിക്കും. നമ്മുടെ ഖിലാസ് അങ്ങനെ. എവിടെങ്കിലും വെച്ചാ ബോംബ് പൊട്ടി, പോലീസ് വണ്ടിയും പോലീസ് ബഹുമാനത്തോടെ കൊണ്ടുവരുന്ന ആ സാധനം ഒക്കെ ഇങ്ങനെ നാട് നീളെ നടക്കാം. ഒരൊറ്റ ഇൻസാനും പുറത്ത് കാണുന്നില്ല. സുബ്ഹി നിസ്കാരത്തിൽ കുത്തേറ്റു ഖലീഫക്ക്. രക്തം പള്ളി മിഹ്റാബിലല്ലേ ഒഴുകിയത്? കൊണ്ടുപോകുന്നിടത്തൊക്കെ രക്തം ഊറ്റിയിട്ടില്ലേ? സ്വഹാബത്തിനോട് ചോദിക്കുന്നു, നിസ്കാരം എന്ത് ചെയ്തു? മകൻ പറയുന്നു, വാപ്പാ, നേരെ പിന്നിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് നിന്ന് ഇമാമായി നിസ്കരിച്ച് ജമാഅത്ത് പൂർത്തീകരിച്ചു. അപ്പൊ ഒരു സന്തോഷം കൊണ്ട് വന്നൊരു ഹംദുണ്ട്, അൽഹംദുലില്ലാഹ്. ആ ഹംദിന്റെ സവാബ് നമുക്ക് കണക്കാക്കാൻ കഴിയൂല. എനിക്കൊരു കുത്ത് കിട്ടിയിട്ടും എന്റെ കൂട്ടുകാർ, ഞാൻ അംഗീകരിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഒരു ജമാഅത്ത് കളഞ്ഞില്ലല്ലോ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ കല്യാണത്തിന്റെ പേരിലും ഒരൊറ്റ സൽക്കാരത്തിന്റെ പേരിലും ഒരൊറ്റ പെണ്ണ് കൂട്ടിക്കൊണ്ടാലും വേണ്ടില്ല, പെണ്ണി ഇറക്കിപ്പോയാലും വേണ്ടില്ല, മഗ്‌രിബ് നിസ്കാരം കളാക്കരുത്, ഇശാവും കളാക്കരുത്. അങ്ങനത്തെ ഒരു ഏർപ്പാട് തന്നെ ഉണ്ടാകരുത്. നിസ്കാരം കളാക്കുന്ന ഒരു ഏർപ്പാട്. പോകുന്ന പെണ്ണും ശ്രദ്ധിക്കണം, അവിടെ കൂട്ടിക്കൊണ്ടു അയക്കുന്ന പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ അന്ന് നിസ്കാരം കളാക്കേണ്ട ദിവസമല്ല, അന്ന് നിസ്കാരം നല്ലോണം നിസ്കരിക്കേണ്ട ദിവസമാണ്. അന്ന് സ്പെഷ്യലായിട്ട് നിസ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എന്തേ കല്യാണത്തിന് അന്ന് കിട്ടിയത്? അന്ന് 10 മണിക്ക് തന്നെ ഒരുങ്ങിയിരുന്നോണ്ട് ളുഹറും പോയി, അസ്റും പോയി, മഗ്‌രിബും ഇശാവും പോയി. ഓ വിശാലായി. അന്നൊക്കെ കൂടി കളഞ്ഞെന്നാ വരേണ്ടത്, ഒന്നും പോയിട്ടില്ല എന്നാ പറയേണ്ടത്. റിസൾട്ട് എങ്ങനെയാ വരേണ്ടത്? അതുകൊണ്ട് നിസ്കാരം എന്ന അമല് ചെറുതല്ല, അത് നന്നായി ശ്രദ്ധിക്കണം, നന്നായി കരുതണം. എല്ലാ സമയത്തും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നലെ കവർ വാങ്ങാത്തവര് ഇന്ന് കവർ വാങ്ങണം, സംഭാവന കൊടുക്കണം.
ബക്കറ്റ് പിരി വരുന്നുണ്ട്, നന്നായി കൊടുക്കണം. അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. പുതുതായി ആരംഭിച്ച കമ്പനി വിജയിച്ചാൽ വർഷത്തിൽ മദ്രസയിലേക്ക് ഒരു ഉസ്താദിന്റെ മാസ ശമ്പളം കൊടുക്കാന്ന് ഒരാൾ ഏറ്റിട്ടുണ്ട്. അള്ളാഹു ആ കമ്പനിക്ക് നല്ല വിജയം കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. വേറെ ആൾക്ക് പുരോഗതിട്ടുന്നില്ല, നമുക്കൊരു അസൂയം വേണ്ട. അള്ളാഹു കമ്പനി വിജയിപ്പിച്ചു കൊടുക്കട്ടെ. നല്ല ബർക്കത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ആ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു നല്ല തൗഫീഖും കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ആഖിറത്തിലേക്കുള്ള സംഭാവനല്ലേ, നമ്മളൊന്നും മുടക്കണ്ട. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ഒന്നും തയ്യാറാക്കി വെച്ചില്ലല്ലോ, ഇന്നെനിക്ക് ധാരാളം തയ്യാറാക്കി വെക്കാമായിരുന്നല്ലോ. ഇബ്നു കസീർ അതിന്റെ തഫ്സീർ കൊടുത്തത് കണ്ടില്ലേ? എത്ര കുറ്റകൃത്യങ്ങൾ ഉണ്ടായോ അതിന്റെ പേരിലൊക്കെ ഖേദിക്കും. ദോഷം ചെയ്തവനാണെങ്കിൽ അവൻ ഖേദിക്കും. വയവദ്ദു, എന്നിട്ട് അവൻ ആഗ്രഹിക്കും. ലൗകാന ഇസ്ദാദ മിനത്വാഅത്ത്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളാണെങ്കിൽ കുറച്ചുകൂടി ഏറെ ചെയ്യാമായിരുന്നല്ലോ, ഫർള് മാത്രമല്ലല്ലോ സുന്നത്തും കൂടി ചെയ്യാമായിരുന്നല്ലോ എന്ന് ചെയ്തവർ ആഗ്രഹിക്കുകയാണ്, ചെയ്യാത്തവരോ ഖേദിക്കുകയാണ്. അന്നുള്ള വിലാപത്തിൽ കുടുങ്ങരുത്. കഴിവിന്റെ പരമാവധി അമല് മുന്തിച്ചു വെക്കണം. ഖദ്ദിം ലി നഫ്സിക ഖബ്ല മൗതിക സാലിഹാ വഅമൽ ഫലൈസ ഇലൽ ഖുലൂദി സബീലു. നിനക്ക് വേണ്ടി മരിക്കുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങളെ നീ മുന്തിച്ചു വെക്കണം. ആരോഗ്യകാലത്ത് രോഗം വരുന്നതിന്റെ മുമ്പ് വെക്കണം. ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് പണമുള്ള കാലത്ത് സമ്പാദിച്ചു വെക്കണം. പ്രായമാകുന്നതിന്റെ മുമ്പ് നല്ല പക്വതയുള്ള കാലത്ത് ചെയ്തു വെക്കണം. ഓരോന്നിന്റെ മുമ്പ് ചെയ്തു വെക്കണം. അതേ, ചെയ്യാതിരുന്നാലൊന്നും ലഭിക്കൂല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലെ മഖ്ബറയിലൂടെ നടന്നുപോയി. മഖ്ബറയിൽ ധാരാളം ആളുകളുണ്ടല്ലോ, അവരോടൊരു സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഓ ഖബറാളികളെ, അഖ്ബാറുമാ ഇൻദനാ, ഞങ്ങളുടെ അടുത്തുള്ള വിവരങ്ങൾ എന്താണെന്നറിയോ? അന്ന നിസാകും ഖദ് തസവ്വജ്നാ, നിങ്ങൾ ഇവിടെ ഒഴിവാക്കിപ്പോയ ഭാര്യമാരില്ലേ, വേറെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചു പോയി. വധുവറക്കും ഖദ് സുഖിനത്ത്, നിങ്ങളെ വീട്ടിലൊക്കെ വേറെ ആൾക്കാർ താമസമാക്കി പോയി. വഅംവാലുക്കും ഖദ് ഖുസിമത്ത്, നിങ്ങളെ സമ്പത്ത് ബാക്കിയുള്ളവർ വിഹിതം ചെയ്തെടുത്തു. ഖബറിലുള്ള നിങ്ങൾക്ക് എന്ത് കിട്ടി? മദീനത്തെ മഖ്ബറയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അതാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരുന്നു. ഇബ്നുൽ ഖത്താബ്, അഖ്ബാറു മാ ഇൻദനാ, ഞങ്ങളുടെ അടുത്തുള്ള വാർത്തകൾ ഞങ്ങൾ പറയട്ടെ. അന്നമാ ഖദ്ദംനാഹു വജദ്നാ, എന്തെല്ലാം ഞങ്ങൾ മുന്തിച്ചു വെച്ചോ ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വമാ അൻഫഖ്നാഹു ഫഖദ് റബിഹ്നാ, എത്ര ഞങ്ങൾ ചെലവഴിച്ചോ ലാഭം കിട്ടിയിട്ടുണ്ട്. വമാ ഖലഫ്നാ ഫഖദ് ഖസിർനാ, ഞങ്ങൾ പിന്തിച്ചു വെച്ചതിൽ നഷ്ടം കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന്റെ മുമ്പ് എത്ര ചെലവാക്കിയോ അത്രയും ലാഭം കിട്ടി. ഇവിടെ എത്തി നോക്കുമ്പോ ഞങ്ങൾ പിന്തിച്ചു വെച്ചൊക്കെ ഞങ്ങൾക്ക് നഷ്ടായി എന്നാ തോന്നുന്നത്. ഖബറാളികൾ പറയുന്ന വർത്തമാനമാണ്. പിന്തിച്ചു വെച്ച് ഞങ്ങൾക്ക് നഷ്ടായി തോന്നി, ചെലവഴിച്ചതിനൊക്കെ നല്ല ലാഭം ഇവിടെ കിട്ടി, ഞങ്ങൾ കണ്ടു, സന്തോഷപൂർവ്വം അനുഭവിച്ചു എന്നവർ ഖബറിന്റെ ഉള്ളിൽ വെച്ച് പറയുകയാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന് വേണ്ടി മുന്തിച്ചു വെക്കണം. നല്ല ജീവിതത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി നമ്മൾ ഇവിടെ പലതും കരുതി വെക്കാറുണ്ട്. എന്തെല്ലാം കരുതി വെക്കാറുണ്ട്? എന്നിട്ട് ആ ഊടമാകാൻ കാത്തിരിക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ പരലോകത്തിന് വേണ്ടി, ഖബർ ജീവിതത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ഉണ്ടാക്കി വെക്കണം. അവിടെ കിട്ടണമെന്ന നിശ്ചയത്തോടെ ചെയ്യണം. അന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അല്ലാഹ് ശിക്ഷിക്കും പോലെ ആരും ശിക്ഷിക്കൂല. ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹുവിന്റെ ശിക്ഷയാണ്. വലാ യൂസിഖു വസാഖഹു അഹദ്, അല്ലാഹു ഭദ്രമായി ബന്ധിപ്പിക്കും പോലെ ഒരാളും ബന്ധിപ്പിക്കൂല.
ഇവിടെ ഒരുപക്ഷെ റെക്കമെൻഡിന്റെ പേരിൽ നല്ല കുറ്റവാളിയെയും കെട്ടയിച്ച് വിടാറുണ്ട്. തലേ ദിവസം രാത്രിയാണ് അക്രമത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് സ്വാധീനമുള്ളവർ കാശ് കൊടുത്തിട്ടും മറ്റും രക്ഷപ്പെടുത്തിയേക്കാം. അക്കെട്ടയിക്കണമെങ്കിൽ അള്ളാന്റെ ഓർഡർ വേണ്ടേ? വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലാഹ് ഭദ്രമായി ബന്ധിപ്പിക്കും പോലെ ഒരാളും ബന്ധിപ്പിക്കൂല. അല്ലാഹ് തളച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലാഹ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. നരകത്തിന്റെ ശിക്ഷ എത്ര വലിയ ഗൗരവമാണ്. അള്ളാന്റെ ശിക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നരകത്തിന്റെ ശിക്ഷയാണ്, അല്ലെങ്കിലോ പരലോകത്തെ ശിക്ഷയാണ്, അല്ലെങ്കിലോ മഹ്ശറിലെ ശിക്ഷയാണ്. ഇതൊക്കെ ഉദ്ദേശ്യമാകാം. അള്ളാന്റെ അദാബ് മഹ്ശറിൽ തന്നെയുണ്ട്. മഹ്ശറിൽ എങ്ങനെയാണ് അദാബ്? വിയർപ്പിൽ മുങ്ങുന്നത് അദാബല്ലേ? ചുട്ടുപൊള്ളുന്നത് അദാബല്ലേ? ഹൗദിൽ നിന്ന് ഒരിറ്റ് വെള്ളം കിട്ടാതെ ആട്ടിയോടിക്കപ്പെടുന്നത് അദാബല്ലേ? അർശിന്റെ തണല് കിട്ടാതെ ഹതഭാഗിൽ പെടുന്നത് അദാബല്ലയോ? അർശിന്റെ തണല് കൊള്ളുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. സർവ്വ അദാബിൽ നിന്നും അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. അവിടുത്തെ അദാബ് കാണുമ്പോ ചിലപ്പോ മനുഷ്യന്മാര് ചിന്തിച്ചു പോകും, ഈ ശിക്ഷകളൊക്കെ എനിക്ക് ദുനിയാവിൽ കിട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയായിരുന്നു. അത്രയും ഗൗരവമുള്ള ശിക്ഷയല്ലേ? സൃഷ്ടികളിൽ ആര് ശിക്ഷിച്ചാലും അല്ലാഹ് ശിക്ഷിക്കും പോലെയാകൂല. ഇവിടെ മനുഷ്യന്മാരത്ര വലിയ ശിക്ഷ ശിക്ഷിക്കുന്നുണ്ട്. ഗോണ്ടനാമോ തടവറയിലും അബൂ ഗരീബ് ജയിലിലുമൊക്കെ ഉള്ള ശിക്ഷ നമ്മൾ നേരത്തെ കേട്ടതല്ലേ? മനുഷ്യന്മാരെ വിവസ്ത്രമാക്കി നിർത്തിയിട്ട് പാമ്പിനെയും തേളിനെയും ചെന്നായ്ക്കളെയും കടിക്കാൻ വേണ്ടി വിടുക, അവരെ ശരീരത്തിലൊക്കെ ഷോക്കേൽപ്പിക്കുക. അതേ രൂപത്തിൽ തന്നെ അവരുടെ സ്വന്തം ആളുകളെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെ തല്ലാൻ പ്രേരിപ്പിക്കുക, കത്തി കൊടുത്തിട്ട് കുത്താൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ തുടങ്ങി മൃഗീയമായ പലതും പലതും നടപ്പിലാക്കിയത് കേട്ടിട്ടില്ലേ? എന്നാൽ അർഹമുർ റഹീമീനായ അല്ലാഹു അവന് ശിക്ഷിക്കും പോലെ ശിക്ഷിക്കാൻ ഒരു മലക്കിനും കഴിയൂല, ഒരു മനുഷ്യനും കഴിയൂല. ഇബ്ലീസ് വരെ ശിക്ഷിക്കൂലേ? ഇബ്ലീസിന്റെ ശിക്ഷയൊക്കെ ചെറുതല്ലേ? നരകം കാണിച്ചുകൊണ്ട് വിശ്വാസികളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളല്ലേ? അവനെ വിശ്വസിക്കാത്തുകൊണ്ട് നരകത്തിലേക്കല്ലേ വലിച്ചെറിയുന്നത്? നരകം അവനിങ്ങനെ ശരിക്കും കത്തിച്ച് കാണിച്ചു തരൂലേ? ഈമാനുള്ളവർ അതിലേക്ക് പോകുമ്പോ ഒരു വിഷയമാകൂലെങ്കിലും അവനും ശിക്ഷിക്കാനുള്ള പല സന്ദർഭങ്ങളും അവന്റെ കഴിവിൽ ഉണ്ടല്ലോ. അതേ സമയത്ത് ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അല്ലാഹ് ശിക്ഷിക്കും പോലെ ശിക്ഷിക്കാൻ ഒരാൾക്കും കഴിയൂല. അല്ലാഹ് ഭദ്രമായി ബന്ധിപ്പിക്കും പോലെ ബന്ധിക്കാനോ അതിനും ഒരാൾക്കും സാധിക്കൂല. ഇത് വിളിച്ചിട്ട് പിന്നെ അല്ലാഹു തആല റബ്ബിലേക്ക് നല്ല രൂപത്തിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളെ വിളിക്കുന്നു. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഈ 4 ആയത്തുകളും ഞാനും നിങ്ങളും പലപ്പോഴും കേൾക്കാറുണ്ട്. ഓരോരുത്തരെ മറവ് ചെയ്യുമ്പോഴും കേൾക്കാറില്ലേ? ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓതാറുണ്ടല്ലോ. പല മഹാന്മാർക്കും ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒത്തു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്വാഗതം ചെയ്തവരങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അതിന് പിന്നെ മാറ്റമില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് ഓതുന്നത് അങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയിട്ടല്ലേ? അള്ളാഹുവിനല്ലേ ഇതിന്റെ രഹസ്യം അറിയുകയുള്ളൂ. എന്നാൽ മനുഷ്യന്മാരാരും ഓതാതെ, ആരാണ് ഓതുന്നത് എന്നറിയാതെ ഓതുന്ന ശബ്ദം കേട്ടിട്ട് മഹാന്മാരെ ഖബറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. റബ്ബിനെ വിശ്വസിച്ച് അവന്റെ തീരുമാനങ്ങൾ തൃപ്തിപ്പെട്ട് അതിൽ ശാന്തരായി കഴിയുന്ന മനസ്സ് അല്ലാഹ് നമുക്ക് ആ മനസ്സ് നൽകട്ടെ. മനസ്സ് പല ജാതിയുണ്ട്. അതിൽ അന്നഫ്സുൽ മുത്മഇന്ന, റബ്ബിലേക്ക് സായൂജ്യമടഞ്ഞ ആത്മാവ്. അതിനെന്താണെന്നറിയോ കൂടുതൽ വേണ്ടത്? വിശദമായി പറയേണ്ടതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
പെങ്ങളെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടോ അത്ര കണ്ട് മനസ്സ് മുത്തുമഇന്നായ മനസ്സായി മാറും. എത്ര കണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ പിൻപറ്റുന്നുണ്ടോ അത്ര കണ്ട് നിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് സായുജ്യം കൊള്ളും. അതേ മഹാന്മാരായ പണ്ഡിതന്മാരത് പഠിപ്പിച്ചു. നഫ്സുൽ അമ്മാറ, നഫ്സു മുത്മഇന്ന, കുറ്റകൃത്യങ്ങളെ കൊണ്ട് മാത്രം കൽപ്പിക്കുന്ന ശരീരം, ആത്മാവുള്ള ശരീരം. അത് വേറൊരു രൂപത്തിലാണ്. ഏത് സമയത്തും ആ മനുഷ്യൻ ആലോചന വരുന്നത്, പദ്ധതി ആവിഷ്കരിക്കുന്നത്, ഒരൊഴിവ് കിട്ടിയാൽ അവന്റെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ, അതിന് കൂടെ സഹായത്തിന് ആരെ കിട്ടാൻ, അതിനെന്തെല്ലാം വഴികളുണ്ട്, എവിടേക്കെല്ലാം പോകണം, ഇങ്ങനെ ചിന്തിക്കുന്ന നഫ്സ് അന്നഫ്സുൽ അമ്മാറ. ആ ശരീരത്തിന് കൂടുതലായി അനാവശ്യത്തിലേക്കുള്ള പ്രേരണകൾ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വഴികളൊക്കെ ഇബ്ലീസ് തുറന്നു കൊടുക്കുക. അതേ സമയത്ത് നഫ്സ് മുത്തുമഇന്നയോ, ആ നഫ്സാണ് ശരിക്ക് വിജയിക്കുന്നത്. ഒരു ഭയവും ഒരു ദുഃഖവും ഇല്ലാതെ റബ്ബിനോട് സംസാരിക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ എപ്പോഴും മനസ്സിൽ താല്പര്യമുള്ള ഖൽബാൻ. ഒരാളെ നഫ്സുൽ മുത്മഇന്നയാണോ, കാന ഹുബ്ബുഹു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് അവന്റെ മനസ്സിലുള്ള ഹുബ്ബ് റാജിഹ, എല്ലാറ്റിനേക്കാളും മുൻതൂക്കം കൂടി നിൽക്കും. അപ്പൊ നഫ്സുൽ അമ്മാറ അവന് കുറയും. അതേ, നല്ല ശരീരം വേണം, നല്ല നഫ്സ് വേണം. ഈ വിളി ആരാ വിളിക്കുന്നത് എന്നറിയോ? ഒന്നുകിൽ അല്ലാഹു തആല വിളിക്കുന്ന വിളിയാണ്, അല്ലെങ്കിലോ മലക്കുകൾ വിളിക്കുന്ന വിളിയാണ്, അല്ലെങ്കിലോ പുനർജീവിത സമയത്ത്, മരിക്കുന്ന സമയത്ത്, ഖബറിൽ പോകുന്ന സമയത്ത്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതേ, ദേഷ്യം പിടിച്ചിട്ട് പലതും പറയാൻ തോന്നിയിട്ട് പറഞ്ഞില്ല, പറയാൻ അറിഞ്ഞിട്ടും പറഞ്ഞില്ല. അങ്ങാടിയിൽ പോയി നോക്കുമ്പോ ഒരാൾ അങ്ങനെ ചൂടാകുന്നുണ്ട്. ചൂടായി കഴിഞ്ഞിട്ടോ പിന്നെ അയാളെ വാപ്പാനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, തറവാട് മൊത്തം വിളിച്ചു, അയാളെ ഉസ്താദിനെ വിളിച്ചു, നേതാവിനെ വിളിച്ചു, മശായിഖന്മാരെ വിളിച്ചു, സാദാത്തുക്കളെ വിളിച്ചു. നല്ലോണം ഒതുക്കത്തോടെ ക്ഷമിച്ച് സഹിച്ചു നിന്നു. എന്നാൽ അയാളെ ഖൽബ് നഫ്സുൽ മുത്മഇന്നയുള്ള ഖൽബാണ്. എത്ര വിളിച്ചിട്ടും അയാൾ അടങ്ങിയില്ല. പലതും അങ്ങനെ വിളിച്ചു. മൻ കലമ ഗൈളൻ, ദേഷ്യം ഒതുക്കി നിർത്താനുള്ള കഴിവ്. വഹുവ യഖ്ദിറു അലാ ഇൻഫാദിഹി, അവൻ ഉദ്ദേശിക്കും പോലെ പ്രതികരിക്കാൻ നല്ല കഴിവുണ്ട്, അടിക്കാൻ കഴിവുണ്ട്, അതിനേക്കാളും അപ്പുറം ചീത്ത വിളിക്കാനും കഴിവുണ്ട്, കല്ലെടുത്ത് എറിഞ്ഞിട്ട് തല പൊട്ടിക്കാൻ കഴിവുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ അനങ്ങാതെ നിന്നെങ്കിൽ മല അല്ലാഹു ഖൽബഹു അംനം വ ഈമാനാ, ആ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു തആല അംനു നിറച്ചു കൊടുക്കും, സുരക്ഷിതത്വം നിറച്ചു കൊടുക്കും. മനസ്സ് പേടിക്കുന്ന ഘട്ടങ്ങളിൽ ആ മനസ്സ് പേടിക്കൂല. ഈമാനും അല്ല നിറച്ചു കൊടുക്കും. ഈമാനിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നിടത്ത് വിഷമങ്ങൾ വരൂല. ഇത് ഒന്ന് പറയുമ്പോഴേക്ക് തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് ഉറക്കം വരൂല എന്നല്ല, നല്ല ഒതുക്കി നിർത്താനുള്ള കഴിവ്. അത് വലിയൊരു കഴിവാണ്, ചെറിയ കഴിവൊന്നുമല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരിൽ ഉണ്ടാക്കിയെടുത്ത ശ്രേഷ്ഠമായ കഴിവല്ലേ. പല സദസ്സുകളിലും പ്രതികരിക്കാൻ വേണ്ടി ഈമാനിന്റെ ഊക്കൊണ്ട് സ്വഹാബത്ത് എണീറ്റപ്പോ എത്ര സദസ്സിൽ പറഞ്ഞു. അവരുടെ ഖൽബ് അല്ലാഹുവിന്റെ ഹബീബ് പാകപ്പെടുത്തുകയാണ്. ഒന്ന് നഅം എന്നൊരു മൂന്നക്ഷരം പറഞ്ഞാൽ എത്ര ശത്രുക്കളെ വകവരുത്താമായിരുന്നു. വിട്ടേക്ക്, ഇങ്ങോട്ട് വരട്ടെ, അടുത്തേക്ക് വരട്ടെ, നിങ്ങളൊന്നും ചെയ്യേണ്ട, അടുത്തേക്ക് വരട്ടെ. എത്ര ആളെ പറ്റി പറഞ്ഞു. അപ്പോഴൊക്കെ അവരെ മനസ്സിൽ ഉറഞ്ഞു തുള്ളുന്ന ഒരു ദേഷ്യമുണ്ട്. സഹോദരങ്ങളെ, ദേഷ്യം മൂത്തിട്ട് ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യനെ കൊല്ലുന്നു, ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ആദ്യത്തെ ഭർത്താവിന്റെ കുട്ടിനെ കൊല്ലുന്നു. എന്തെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാപ്പാനെ കൊല്ലുന്നു, ഉമ്മാനെ കൊല്ലുന്നു. ദേഷ്യം അങ്ങോട്ട് മൂത്തിട്ട് അതിന്റെ അങ്ങേയറ്റത്തെത്തി. എന്തൊരു മുക്കലാ ദേഷ്യം. അവിടെയാണ് ഒതുക്കി നിർത്താനുള്ള കഴിവ്. ചെറിയ കഴിവല്ല.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഒരു ദിവസം ഒരാളെ കൊണ്ടുവന്നു, ഒരു സഹാബിനെ. ആ സഹാബിന്റെ കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. പുരുഷന്മാര് മൈലാഞ്ചിടാൻ പാടില്ല. പുരുഷന്മാര് മൈലാഞ്ചിന്റെ നേർച്ച താടിക്കും തലക്കുവാണ്. കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി വെച്ചിട്ടുണ്ട്. ചില കല്യാണത്തിന് പോയാലും അങ്ങനെ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോലാണ് പതുക്കെ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് കൂടി അവനോട് ഒരു കൂറ് വേണ്ടാന്ന് എത്തിയിട്ട് പെട്ടെന്ന് അവിടെ ഇറങ്ങിപ്പോരും. എന്ത് കരുതിയാലും ശരി, കരുതിയില്ലെങ്കിലും ശരി, നമ്മളും കൂടി ഒരു സപ്പോർട്ട് നിർത്തും വേണ്ടല്ലോ. പാപ്പന്മാരും ഉമ്മമാരും നന്നായി ശ്രദ്ധിക്കണം. വിവാഹം ചെയ്ത് നിക്കാഹ് കഴിഞ്ഞ സഹോദരിക്കാണെങ്കിൽ മൈലാഞ്ചിയുടെ സുന്നത്താണ്. അവർക്ക് കയ്യിലും കാലിലും മൈലാഞ്ചിട. പക്ഷെ അന്ന് തലേന്ന് കുറെ മൈലാഞ്ചിടുന്ന കുറെ വിഭാഗമുണ്ട്. അത്തറും മൈലാഞ്ചിടൽ സുന്നത്തില്ലാത്തവരാണ്. വെറുതെ ആ പണം വെറുതെ പോക്കണ്ട. എന്തെങ്കിലും ആർക്കെങ്കിലും ചായ വാങ്ങിക്കൊടുത്താൽ കൂലിട്ടു. വെറുതെ നിങ്ങൾ ആ ഒരു മൈലാഞ്ചിക്കായിട്ട് 2000-3000 വെറുതെ കൊടുത്തിട്ട് ആ പണം പോക്കണ്ട. വൈകുന്നേരം കൂട്ടുകാരെ കാണുമ്പോൾ ചായ വാങ്ങിക്കൊടുത്താൽ കൂലി കിട്ടും. ഇതിനൊരു കൂലി കിട്ടാനില്ലല്ലോ. എന്തിന് കറാഹത്തിന് എന്ത് കൂലി കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. അവിടെ ആകെ ആ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിന്റെ ക്ലാസ്മേറ്റ്, ക്ലാസ്സിലെ കൂട്ടുകാരാണ് വന്നിരിക്കുന്നത്. അയൽവക്കത്തെ സഹോദരിമാരാണ്. ആരാണ് ആ മൈലാഞ്ചി ഇടുന്നവരിൽ അധികവും? സുന്നത്തില്ലാത്തവരാണ്. സുന്നത്തില്ലാത്തവർക്ക് എന്താ അതിന്റെ വിധി? ഫത്ഹുൽ മുഈനിൽ കാണാം, അവിവാഹിതരായ സ്ത്രീകൾക്ക് മൈലാഞ്ചിയിടൽ കറാഹത്താണ്. അപ്പൊ നമ്മൾ കറാഹത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ് കറാഹത്ത്. കറാഹത്തിനെ കുറിച്ച് ഗൗരവത്തോടെ കണ്ടിരുന്നു മുൻഗാമികൾ. അങ്ങനെ അവര് പറഞ്ഞു 40 കറാഹത്ത് ചെയ്താൽ ഒരു ഹറാമൊക്കെ വരും. അതതിന്റെ ഗൗരവം അറിയിക്കാനാണ്. അങ്ങനെ അല്ലെങ്കിലും അതിനോട് തത്തുല്യമായ ഒരു വാക്ക് ഫത്ഹുൽ ബാരിയിൽ കാണാം. അൽ കറാഹത്തു ഉഖുബത്തുൻ ബൈനൽ ഹലാലി വൽ ഹറാം. കറാഹത്ത് എന്നത് ഹലാൽ ഹറാമിന്റെ ഇടയിൽ ഉള്ള ഒരു കടമ്പയാണ്. അതിന് വിട്ടുപോയാൽ ഹറാമിലേക്ക് ചെന്ന് ചാടും. അങ്ങനെ ഒരു വാക്ക് ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ച ഒരാളെ, ഒരു സ്വഹാബിനെ കൊണ്ടുവന്നു. സ്വഹാബത്തിന്റെ ദേഷ്യം നോക്ക് നിങ്ങൾ. കൊണ്ടുവന്നപ്പോഴേക്കന്നെ പല ഭാഗത്തുനിന്ന് സ്വഹാബിമാർ എണീറ്റ് ചോദിക്കാണ്, അല്ല അതൊരു വിനക്കോ പെരടി വെട്ടട്ടെ നബിയെ, പെരടി വെട്ടട്ടെ, ഈ സ്വഹാബിന്റെ പെരടി വെട്ടട്ടെ. കയ്യിനും കാലിലൊക്കെ മൈലാഞ്ചി തേച്ച് പെൺകൂസന്മാരെ മാതിരി വന്നിരിക്കണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇദ്ദേഹം നിസ്കരിക്കുന്ന ആളാണോ? നിസ്കരിക്കലുണ്ട്. നാ ഒന്നും ചെയ്യണ്ട. ഇന്നീ നുഹീതു ഖത്രിൽ മുസല്ലി, നിസ്കരിക്കുന്നവരെ കൊല്ലാൻ പാടില്ല. എന്നിട്ട് നബി തങ്ങൾ അവിടെ അങ്ങനെ ഇരുത്തിയതല്ല, നല്ല ശിക്ഷ കൊടുത്തു. ഒരു മനുഷ്യനും താമസിക്കാത്ത, ഒരു വീടുമില്ലാത്ത, ഒരു കുടിലുമില്ലാത്ത നാട്ടിലേക്ക് നാട് കടത്തിപ്പോയി. കുടുംബസമേതം അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ബഹിഷ്കരണം. കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ചു എന്നുള്ള വലിയ വിഷയം കൊണ്ട് അത് കബീറത്താണ്. പുരുഷനങ്ങനെ കയ്യിനും കാലിലും മൈലാഞ്ചി വെക്കാൻ പാടില്ല. കല്യാണത്തിന്റെ അന്നാണെങ്കിലും ഹറാമ് തന്നെ. പെരുന്നാളിന്റെ അന്നാണെങ്കിലും അങ്ങനെ തന്നെ. സഹോദരന്മാരെ, ഒരു വിഷയത്തിൽ അങ്ങനെ ഗൗരവമായി മുന്നോട്ട് നിന്ന സ്വഹാബത്തിനെ തങ്ങളങ്ങനെ പിടിച്ചിരുത്തുന്ന സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ? അത് ഖൽമുൽ ഗൈലാൻ. അവരെ കൽബിൽ ഈമാൻ നിറഞ്ഞു കിട്ടാൻ വേണ്ടി അവരെ കൽബൊക്കെ നല്ല മുത്തുമയിന്നായ കൽബായി മാറണം. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത നല്ല കൽബായി മാറണം. ആ കൽബിലേക്ക് വെളിച്ചം കൊടുത്തിട്ട് അവരെ കൽബിന്റെ സർവ്വദേശങ്ങളും മാറ്റിയെടുത്തു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുമയിന്നായ കൽബാണെങ്കിൽ നല്ല ഒതുക്കണ്ടാവും. അതുകൊണ്ടാണ് റമദാനിലൊക്കെ നല്ല മുത്തുമയിന്നായ കൽബും കാണാം, അല്ലാത്ത കൽബും കാണാം. എങ്ങനെ? റമദാൻ മാസത്തിൽ പൊതുവേ ചൂടാകാൻ താല്പര്യം കൂടുക ചെയ്യാം. കാരണം ഉള്ളിൽ മുഴുവൻ ചൂടല്ലേ, പട്ടിണി കിടക്കാണല്ലോ. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ അമലിലും ആണത്. ഹജ്ജിന് നോക്ക് നിങ്ങൾ. ഹജ്ജിന് പോകുന്ന ആളോട് കാര്യമായിട്ട് എന്താ പറഞ്ഞത്? ഹജ്ജിന് പോകുന്ന ആളോട് അല്ലാഹു തആല പറഞ്ഞു, ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഒരാളോട് തർക്കിക്കാൻ പാടില്ല. ഒരു ഭക്ഷണം കിട്ടിയിട്ടെങ്ങാനും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ വണ്ടിയുടെ ചീത്ത പറയാൻ പാടില്ല. അമീറിനെ കുറ്റം പറയാൻ പാടില്ല. പീഡിയക്കാരെ തല്ലാൻ വേണ്ടി കയ്യോകാൻ പാടില്ല. കുറ്റം പറയാൻ പാടില്ല. അനാവശ്യം പറയാൻ പാടില്ല. ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല. എത്ര ക്ഷമ വേണം! ഖൽബിനല്ലേ ക്ഷമ. നോമ്പ് നോറ്റാലും അങ്ങനത്തെ അല്ലല്ലേ? കുറ്റം പറയുന്ന വാക്ക്, കുറ്റമാകുന്ന പ്രവർത്തനം രണ്ടും ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവന്റെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടാന്നല്ലേ? പട്ടിണി വെറുതെ കിടക്കാന്നല്ലേ?
അപ്പൊ അമലുകളൊക്കെ ചെയ്യുമ്പോഴും മനസ്സിനെയാണ് ആ അമലുകളൊക്കെ സ്വാധീനിക്കേണ്ടത്. അതിനാണ് ഇങ്ങനെ ഒരു രൂപം പറഞ്ഞത്. അങ്ങനെ കിട്ടിയ ശരീരവും ഖൽബുമാകുമ്പോ ആ ശരീരം ആ ഖൽബിനെ അല്ലാഹ് വിളിക്കുന്ന വിളിയാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വെച്ചൊന്ന് ഓതിയിട്ട് പറഞ്ഞു മാ അഹ്സന ഹാദാ യാ റസൂലല്ലാഹ്, എന്തൊരു അർത്ഥവത്തായ ആയത്താണ്. ആ നഫ്സിനോട് എന്താണ് അല്ലാഹ് പറയുന്നത്? ഇർജിഇ ഇലാ റബ്ബികി, ഓ മുത്മഇന്നായ റബ്ബിലേക്ക് അടങ്ങിയ നല്ല ഒതുക്കമുള്ള നല്ല ചിന്തയുള്ള ഖൽബുള്ള ശരീരമേ, മനസ്ഥിതിയുള്ള മനുഷ്യ, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങണം. റാദിയത്തൻ മർദിയാ, റാദിയത്തൻ അല്ലാഹുവിനെ നീ തൃപ്തിപ്പെട്ടിട്ട്, അല്ലാഹ് നിന്നെ തൃപ്തിപ്പെട്ടിട്ടും മർദിയത്തൻ അല്ലാഹുവിന്റെ സവാബ് നീയും തൃപ്തിപ്പെട്ടിട്ട്, രണ്ട് രൂപത്തിലും റിളവാനുണ്ട്. അങ്ങനെ നീ അങ്ങ് മടങ്ങണം. എന്നിട്ടോ ഫദ്ഖുലി ഫീ ഇബാദി, നീ എന്റെ അടിമകളെ കൂട്ടത്തിൽ ചേർന്നോ. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം ഉൾക്കൊണ്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ അഹ്സന ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തൊരു നല്ല അർത്ഥമുള്ള ആയത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അബൂബക്കർ, ഓ അബൂബക്കർ തങ്ങളെ, അമാ ഇന്നൽ മലക സയഖൂലുഹാ ലക ഇൻദൽ മൗത്ത്, നിങ്ങൾ മരിക്കുമ്പോ മലക്ക് വന്ന് നിങ്ങളോട് ഈ ആയത്ത് ഓതി തരും കേട്ടോ. നിങ്ങൾ മുത്തുമഇന്നായ നഫ്സുള്ള ആളാ. സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ വഫാത്താകുമ്പോ മലക്ക് വന്നിട്ട് നിങ്ങളെ വിളിക്കും യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് നല്ല അടുപ്പമുള്ള രീതിയിലാണോ, ദുന്യാവുന്നേതായാലും അവൻ വിടുകയാണ്, സലാമത്തുൽ ഈമാന് വേണ്ടി കൊതിക്കുകയാണ്, അല്ലാഹ് അല്ലാഹ് എന്നുള്ള ദിക്ർ കൂടുതൽ കൂടുതൽ അങ്ങനെ ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിനെ കാണാൻ അതിയായി കൊതിക്കുന്നുണ്ട്, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിലേക്ക് വിട്ടുകഴിഞ്ഞു, ഭൗതിക ലോകത്തെ എല്ലാ ഗതികളിൽ നിന്നും മാറിക്കഴിഞ്ഞു, കണക്കുകൾ മുഴുവനും അവൻ തീർപ്പാക്കി കൊടുത്തു, കാണേണ്ടവരെ മുഴുവനും കണ്ടിട്ട് പൊരുത്തപ്പെടിച്ചു, ഹക്കടപാടുകൾ മുഴുവനും വീട്ടി, ഖാലിസായ തൗബയും ചെയ്തു, മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചാൽ അപ്പോഴാണ് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നത്, അതെ, ഇങ്ങനെ ഒരു ആത്മാവിന്റെ അടിമക്ക് വന്നെങ്കിൽ ഇനി നിങ്ങൾ പോയി വേഗം പിടിച്ചോ. ഇന്നല്ലാഹ ഇദാ അറാദ ഖബല അബ്ദിഹിൽ മുഅ്മിൻ, അല്ലാഹു തആല മുഅ്മിനായ ഒരു അടിമന്റെ ആത്മാവിനെ പിടിക്കാൻ ഉദ്ദേശിച്ചാൽ ഇത്മാനത്തിൻ നഫ്സു ഇലൈഹി, മനസ്സ് അല്ലാഹുവിലേക്ക് അങ്ങ് അടങ്ങിപ്പോകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ, എന്റെ റൂഹിനെ ഇവിടെ വെച്ച് പിടിക്കണ്ട, എന്റെ റൂഹിനെ പിടിക്കേണ്ടത് ബൈത്തുൽ മഖ്ദസിൽ വെച്ചാണ്, അങ്ങോട്ട് കൊണ്ടുപോകണം എന്നെ, ഞാൻ അവിടെ വെച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഈ മിസ്റിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, ബൈത്തുൽ മഖ്ദസിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ വെച്ച് അതിന്റെ പരിസരത്ത് വെച്ചാകണം എനിക്ക് ഇവിടെ വാങ്ങണം. അങ്ങനെ അല്ലാഹു തആല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇവിടെ ആയുസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എത്ര ആയുസ് തരും? നിങ്ങൾ നല്ല രോമമുള്ള ഒരു കാളന്റെ പുറത്ത് കൈവെക്കുക, എന്നിട്ട് ആ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം വരുന്നുണ്ടോ ആ രോമത്തിന് ഓരോ രോമത്തിനനുസരിച്ച് ഓരോ വർഷം തരാം. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആ വർഷം കഴിഞ്ഞിട്ട് പിന്നെന്താ? പിന്നെ നിങ്ങൾ റൂഹ് പിടിക്കും. അപ്പൊ തന്നെ ആയിക്കോട്ടെ, എനിക്ക് പരാജയമൊന്നുമില്ല. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചു, നല്ല അവസ്ഥയിലെത്തി. അല്ലാഹു തആല ആത്മാവിനെ പിടിക്കാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരുടെയും ചരിത്രത്തിൽ കാണാം, അവരെ മനസ്സ്, അവരെ ശരീരം ഭൗതിക ലോകത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന് അല്ലാഹുവിലേക്ക് കൊതിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം.
ആ സന്ദർഭത്തിൽ അവരെ പിടിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. അതിനാണ് നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്. വതുമാന്ന ഇലൈഹാ, ആ നഫ്സിലേക്ക് അല്ലാഹു തആലയും ആ ശരീരത്തെ കാണാൻ ആഗ്രഹിച്ചാൽ, അല്ലാഹുവിലേക്ക് ആ മനസ്സടങ്ങുമ്പോൾ റബ്ബ് തആല മനസ്സിലേക്ക് ഇങ്ങോട്ട് പൊരുത്തം വെച്ചാൽ, അതേ ആത്മാവിനെ പിടിച്ച് ആ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോയി സജ്ജനങ്ങളെ കൂട്ടത്തിൽ പെടുത്താൻ അല്ലാഹ് നിർദ്ദേശം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 90 കൊല്ലം ജീവിച്ചില്ലേ മഹാനവർകൾ. ഒരു രാത്രിയിലോ ഒരു പകലിലോ രോഗമായി കിടന്നിട്ടില്ല. നല്ല ആഫിയത്തോടെ ജീവിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാവും പകലും ചെറിയ രോഗം വന്നു. ശരീരത്തിന് നല്ല ചൂടുണ്ട്, പനി വന്നു. മകൻ വന്നിട്ട് ചോദിച്ചു, ബാപ്പാ എന്താണ് രോഗം? പറഞ്ഞു, മോനെ രോഗത്തെ പറ്റി ആരോടും പറയണ്ട, എന്നോടും ചോദിക്കണ്ട. അന അതഖല്ലബു ഫീ ഇൽമില്ലാഹി അസ്സ വജൽ, ഞാൻ അല്ലാഹുവിന്റെ ഇൽമിൽ ഇങ്ങനെ മാറി മറിയുകയാണ്. റബ്ബിനെ പറ്റിയുള്ള ചിന്തയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. ഇന്ന മറദീ ലാ യഅലമുഹു അഹദുൻ, എന്റെ രോഗം ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയൂല. വലാ യഅഖിലുഹു അഹദുൻ, ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയൂല. എന്നിട്ട് മഹാനവറുകൾ വുളു എടുത്ത് കട്ടിലേക്ക് അങ്ങോട്ട് കടന്നിട്ട് പറയുന്നുണ്ട്, അനലാ അഖാഫു മിൻ അയ്യി ഇൻസാൻ, ഒരു മനുഷ്യനെയും എനിക്ക് പേടിയില്ല. ഞാൻ മരണം പേടിക്കുന്ന ആളല്ല, മലക്കുൽ മൗത്തിനെ പേടിക്കുന്ന ആളല്ല. ഇടക്കിടക്കതാ കൈ ഉയർത്തുന്നു, കൈ കൊടുക്കുന്നു, കൈ ഉയർത്തുന്നു, കൈ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലക്കുകൾ വന്നുപോയി. അസ്രായീൽ അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് റഹ്മത്തിന്റെ മലക്കുകൾ വരും. 500 മലക്കുകൾ വരുമെന്നും 1000 മലക്കുകൾ വരുമെന്നൊക്കെ ഹദീസിലുണ്ട്. അവരെങ്ങനെ വന്നിട്ട് സന്തോഷം പറയും, സലാം പറയും. ആ സലാമാണ് ആ മടക്കുന്നത്. കുട്ടികൾ പോയി കൈ പിടിക്കുമ്പോ കൈ തട്ടിക്കളയുകയാണ്. പിന്നെയും കൈ ഉയർത്തുന്നു, സലാം മടക്കുന്നു. പിന്നെ മഹാനവറുകൾ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ആവർത്തിച്ച് അങ്ങനെ പറയുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, പിന്നെ അല്ലാഹ് 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 എന്ന ദിക്ർ മാത്രമാണ് വരുന്നത്. ശബ്ദം പതുക്കെയായി പോയി. അതെ, അല്ലാഹ് എന്ന് പറയുമ്പോ നാവ് മേലോട്ട് തട്ടുന്ന അവസ്ഥയുണ്ടല്ലോ. മേലോട്ട് നാവ് അങ്ങനെ തട്ടിയിട്ടാണ് അവിടുത്തെ ആത്മാവ് പിരിഞ്ഞു പോയത്. വന്നവരൊക്കെ കാണുമ്പോ ചെറിയ രൂപത്തിലൊന്ന് വാപ്പിളർന്ന് നിൽക്കുന്നുണ്ട്. നാവ് മേലോട്ട് അല്ലാഹ് എന്നുച്ചരിക്കുമ്പോ മേലോട്ട് തട്ടുന്ന അതേ അവസ്ഥയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. കലിമ ചൊല്ലിയിട്ടുണ്ട്, എല്ലാവർക്കും തിരിയാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹ് എന്ന് ചൊല്ലുമ്പോ, അല്ലാഹ് എന്ന് പറയുമ്പോ ജലാലത്തിന്റെ ഇസ്മ പറയുമ്പോ മേലോട്ട് നാവ് തട്ടുന്ന ആ സ്ഥലത്ത് നാവ് അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. അവിടെ എത്ര സന്തോഷത്തിലാണ് പോയത് നിങ്ങൾ നോക്ക്. ആ ഒരു രൂപത്തിൽ പോകുമ്പോൾ മലക്കുകൾ വിളിക്കുന്ന വിളി ചെറിയ വിളിയൊന്നല്ലല്ലോ, സന്തോഷമുള്ള വിളിയല്ലേ. അല്ലാഹു തആല വിളി കേൾക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറെ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. മഹാനവർകൾ വഫാത്തായ സന്ദർഭം ത്വായിഫിൽ വെച്ചാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അതേ വഫാത്തായപ്പോൾ അതാ ഒരു പക്ഷി വന്നു. ആ പക്ഷിയെ പോലെ ഒരു പക്ഷിയെ ആരും കണ്ടിട്ടില്ല. ലം തറ ഐനുൻ ഖിൽഖതഹു, അതുപോലെ രൂപമുള്ള ഒരു പക്ഷി ആരും കണ്ടിട്ടില്ല. ഫദഖല നാശഹു, കട്ടിലിന്റെ ഉള്ളിലേക്ക് പക്ഷി കയറി. പിന്നെ ആ പക്ഷി പുറത്തു പോയത് ആരും കണ്ടിട്ടില്ല. കട്ടിലിൽ നിന്ന് മഹാനവറുകളെ എടുത്ത് ഖബറിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോ ഖബറിന്റെ ഓരത്തിൽ നിന്ന് ആരോ ഓതുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്, ഓതുന്ന ആളെ കാണുന്നില്ല.
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓതുന്ന ആളാർക്കും അറിയുന്നില്ല, നോക്കിയിട്ട് കാണുന്നില്ല. അല്ലാഹു തആല മലക്കുകളെ ആ സമയത്ത് അയക്കുമല്ലോ, അവരും ഓതുമല്ലോ, സന്തോഷപൂർവം ഓതുമല്ലോ. സഹോദരന്മാരെ, ആ ഒരു ഓത്ത് കേൾക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു തആല അവിടെ പറയുന്ന വാക്ക് കണ്ടില്ലേ? ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ നീ ഉൾപ്പെടണം. റബ്ബിന്റെ അടിമകളിൽ പോയി പെടാൻ, സ്വാലിഹീങ്ങളിൽ പെടാനാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാന്റെ അടിമകളുടെ ലിസ്റ്റിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒന്ന് കേൾക്കണമെങ്കിൽ അള്ളാന്റെ അടിമകളായ മഹാന്മാരെ നന്നായി സ്നേഹിക്കണം. നമ്മൾ എപ്പോഴും അള്ളാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ. ആ ദുആ മറക്കരുത്, എപ്പോഴും ദുആ എടുക്കണം. പ്രത്യേകിച്ച് ഉളു എടുത്തു കഴിഞ്ഞാൽ ഉളുവിന്റെ ശേഷമുള്ള ദുആ ഇജാബത്തുള്ള ദുആയാണ്. ആർക്കാ ഇജാബത്തുള്ള ദുആക്ക് വേണ്ടി? ആർക്ക് വേണം ഇജാബത്തുള്ള? ആൾക്കാർക്ക് ഒന്നും വേണ്ട, ഉത്തരം കിട്ടുന്ന ദുആയാണ്. നമ്മൾ ആ കൈ പൊക്കിയിട്ട് കണ്ണും കൈയൊക്കെ മേൽപോട്ട് ഉയർത്തിയിട്ട് ഖിബിലാക്ക് തിരിഞ്ഞു നിന്നിട്ടുള്ള ദുആയില് എന്താ കാര്യമായിട്ട് അല്ലാഹുവിനോട് ദുആർക്കുന്നത്? اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളിൽ പെടാനുള്ള ഭാഗ്യം ചെറുതല്ലല്ലോ. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ചേർന്ന് സ്വർഗ്ഗത്തിലെത്താനല്ലേ അല്ലാഹുവിന്റെ നിർദ്ദേശം. ഈ ആയത്തിറങ്ങിയതിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞെടുത്ത് കാണാം. ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു അവരെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് കാണാം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കടിമരത്തിൽ കയറ്റിയല്ലോ മക്കയിൽ ആളുകൾ. ബനുൽ ഹാരിത്ത്, ഹാരിത്തിന്റെ മക്കളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്. അവര് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അതാ മക്കയിലേക്ക് അവർ കഴുമരത്തിലേക്ക് കയറ്റിയപ്പോ മുഖം നേരെ മദീനയിലേക്ക് അവർ തിരിച്ചു വെച്ചു. മദീനയിലേക്ക് തിരിച്ചു വെക്കുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്കാ തിരിച്ചു വെക്കുന്നത്. മക്കയിൽ നിന്ന് നേരെ തിരിയേണ്ടത് ഖിബിലയിലേക്കല്ലേ. ഖുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആർന്നു, അല്ലാഹുമ്മ ഇൻ കാന ലീ ഇൻദക ഖൈർ, അല്ലാഹുവേ നിന്റെ അടുക്കൽ എനിക്ക് നന്മയുണ്ടെങ്കിൽ ഫഹവ്വിൽ വജ്ഹി നഹ്വ ഖിബ്ലതിക്, എന്റെ മുഖം നിന്റെ ഖിബിലയുടെ ഭാഗത്തേക്ക് നീ തെറ്റിക്കണേ അല്ലാഹ്. ദുആ തീരുമ്പോഴേക്ക് അവര് തിരിച്ചു വെച്ച് ഭദ്രമാക്കി കെട്ടിയ മുഖം നേരെ കഅബന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ഫലം യസ്തതി അഹദുൻ അൻ യുഹവ്വിലഹു, പിന്നെ ഒരാൾക്കും അത് തെറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട വലിയ മഹാനല്ലേ ഖുബൈബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണല്ലോ ആ ശരീരത്തെ ഒന്ന് പന്താടാൻ ശത്രുക്കല്ല വിട്ടുകൊടുത്തില്ല. 40 ദിവസം കഴിഞ്ഞിട്ടാണ് കഴുമരത്തിൽ നിന്ന് ഇറക്കുന്നത്. ശരീരത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല, ഒരവയവം പോലും വേർപ്പെട്ടിട്ടില്ല, ഈച്ച വന്നിരുന്നിട്ടില്ല. മദീനത്തുനിന്ന് സ്വഹാബത്തിന് നബി തങ്ങൾ പറഞ്ഞയച്ചതാണ്. ഖുബൈബ് തങ്ങൾ കടുമരത്തിലാണ്, നിങ്ങൾ ഇറക്കിയിട്ട് മറവ് ചെയ്യണേ. ഇവര് പോയി നോക്കുമ്പോ ചുറ്റുഭാഗത്തും കാവൽക്കാരായിട്ട് മതോന്മത്തര് കിടക്കുന്നുണ്ട്. മദ്യപാനികളായിട്ടുള്ള കാവൽക്കാരാ കിടക്കുന്നത്. അവരാരും അറിയില്ലല്ലോ. പതുക്കെ കയറിയിട്ട് കെട്ടയിച്ചിട്ട് തായോട്ട് ഇറക്കി വാഹനത്തിന്റെ മേലെ കയറ്റിയിട്ട് ഖുബൈബ് തങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് ആരോ ഒരുത്തൻ പെട്ടെന്ന് എണീറ്റ് പോയി. ബാക്കിയുള്ളവരെ എല്ലാവരും വിളിച്ചുണർത്തി. അവര് പിന്നാലെ വാഹനം എടുത്തു വിട്ടു. ഉടനെ കൊണ്ടുപോകുന്ന സ്വഹാബിമാര് പറഞ്ഞു, പടച്ചോനെ നിന്റെ അടിമയാണല്ലോ, നിന്റെ മണ്ണിലേക്കാ വെക്കുന്നത്, മണ്ണതാ പിളർന്നു തരുന്നു, ഭൂമിയതാ സ്വാഗതം ചെയ്ത് ഖബറാക്കി കൊടുത്തു. അതിലേക്ക് ഖുബൈബ് തങ്ങളെ വെച്ചു. അതേ അവരങ്ങ് മൂടി. ഖുബൈബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിനെ എവിടെ മൂടിയെന്നറിയാൻ പല ഭാഗത്തും ശത്രുക്കൾ തെരഞ്ഞു, സ്ഥലം കണ്ടെത്തിയില്ല. കാരണം ആ ശരീരം ഇവിടെ അധ്വാനിച്ചത് അള്ളാഹുവിന് വേണ്ടിയല്ലേ, അള്ളാന്റെ മാർഗത്തിലല്ലേ ബദറിൽ പങ്കെടുത്തത്, റബ്ബിന്റെ പൊരുത്തത്തിലല്ലേ കഴുമരത്തിലേക്ക് കയറിയത്. ആ ശരീരം ഒന്ന് പന്താടാൻ അള്ളവർക്ക് വിട്ടുകൊടുത്തില്ല. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർ നോക്കിയിട്ടുണ്ട്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുന്നിൻ മുകളിൽ വധിച്ച ആള് ആസിം റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോ ആ തലക്ക് പലരും ഇനാം പ്രഖ്യാപിച്ചു. ആ തല എടുത്തുകൊണ്ടുവരാൻ വേണ്ടി അവര് പോയപ്പോ അതാ തേനീച്ച കുത്തിയാട്ടി. തുരുതുരാ തേനീച്ച വന്നപ്പോ ഒരു നിലക്കും അടുക്കാൻ കഴിയാതെ അവര് മാറിപ്പോയി. രാത്രിയാകട്ടെ അപ്പൊ തേനീച്ച പോകും. അങ്ങനെ കടന്നല് പോകുമ്പോ പതുക്കെ പോയിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. ശക്തമായ മഴ പെയ്തുപോയി. ആ മഴയുടെ ഉള്ളിലായിട്ട് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അല്ലാഹ് മറച്ചു കഴിഞ്ഞു. കാരണം ശത്രുക്കളെ കണ്ടപ്പോൾ ആസിം തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ ദീനിന് വേണ്ടി പോരാടിയ ആളാണ് അല്ലാഹ്, എന്റെ ശരീരം പന്താടാൻ ഒരു ശത്രുവിനും കൊടുക്കരുതേ അല്ലാഹ്. പിറ്റേന്നവര് പോയി തെരഞ്ഞില്ലേ, കണ്ടില്ലല്ലോ. റബ്ബിന്റെ മാർഗത്തിലേക്ക് വരുമ്പോ അല്ലാഹ് സ്വീകരിക്കുന്ന അവസ്ഥയാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളിൽ പ്രവേശിച്ചോളൂ, എന്റെ സ്വർഗത്തിൽ കടന്നോളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അടിമകളായ സ്വാലിഹീങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെടാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം തരട്ടെ. അവരെ നന്നായി സ്നേഹിക്കുക, അവരെ പിൻപറ്റുക, അവരെ കാണാൻ ആഗ്രഹിക്കുക. സ്വാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റുക, അവരുടെ മാർഗത്തിലായി നല്ല നിലക്ക് നീങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന പ്രാർത്ഥന വിടരുത്. വുളൂ എടുത്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പതിവാക്കണം. 3 പ്രാവശ്യം സുന്നത്തായ ദുആ ദ്വാർക്കണം. ആ ദുആ അല്ലാഹു തആല തട്ടിക്കളയാത്ത ദുആയാണ്. അങ്ങനെ ഒരാൾ ദ്വാരന്ന് കഴിഞ്ഞാൽ തുബിയ ബി ത്വാബിൻ, ഒരു സീല് കൊണ്ടതിന് മുദ്ര വെക്കപ്പെടും. ഫലം യുക്സർ, ഖിയാമത്ത് നാൾ വരെ അതിനെ പൊട്ടിക്കപ്പെടൂല. ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ എന്നല്ലേ ഹദീസിലുള്ളത്. സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ അതിന്റെ സീല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ മൂമിനായിട്ട് മരിക്കണ്ടേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹദീസിന് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കിട്ടിയാൽ മുഅ്മിനായിട്ട് അയാൾ മരിക്കുള്ളൂ എന്നാണ്. ഇവിടെ ഒരാൾ പള്ളി ഉണ്ടാക്കിയാലും മദ്രസ ഉണ്ടാക്കിയാൽ, ഒരുപാട് ഒരു സാധുവിന് വീടുണ്ടാക്കി കൊടുത്താലൊക്കെ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? അയാൾ മൂമിനായിട്ടേ മരിച്ചുകൊള്ളൂ, നല്ല പിന്നെ സ്വർഗ്ഗത്തിലെത്തൂ. മൂമിനായിട്ട് മരിക്കുന്നില്ല ഇതിനുള്ളൊരു വാക്ക് പറഞ്ഞതാണത്. സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തണേ മൂമിനാകണ്ടേ, പാലം കടന്ന് അങ്ങോട്ട് എത്തണ്ടേ. അതിന് അല്ലാഹു തആല അയാളെ ഈമാനോടെയാണ് കൊണ്ടുപോവുക. അപ്പൊ നല്ല ഒരു സൗകര്യമാണ്. ആ പ്രാർത്ഥന ആരും മുടക്കരുത്, എപ്പോഴും നമ്മളത് പ്രാർത്ഥിക്കണം. പഴയ കാലത്തെ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ ഉദു എടുത്താൽ അവരാ ദുആ ചെയ്യാത്തൊരു സന്ദർഭം കാണൂല. പഴയ കാലത്ത് ദർസ് നടത്തിയ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉദു എടുത്തു പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ കാണുന്നു അവരാ ദുആ ദ്വാരക്കുക, ഒരിക്കലും മറക്കാതെ വിടാതെ ദ്വാരക്കുക. നമ്മളും അത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിടാതെ പതിവാക്കണം, കഴിവിന്റെ പരമാവധി പതിവാക്കണം. ആ ദുആയിൽ വലിയ മഹത്വമുണ്ട്, വലിയ ചാൻസ് ഉണ്ട്. ഓർമ്മ കിട്ടുമ്പോഴൊക്കെ നമ്മൾ ദ്വാരക്കണം. അങ്ങനെയാണ് അത് പതിവാക്കാൻ കഴിയുക. ഹൗലും കരക്കലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ എഴുതി വെച്ചത് അപ്പോഴങ്ങോട്ട് ചെല്ലാൻ വേണ്ടി നമ്മളെ മനസ്സ് വന്ന് നമ്മൾ ചെല്ലും. അപ്പൊ പിന്നെ അവര് കാണും ഇവര് കാണും എന്നുള്ള ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ടൊന്നും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. ആര് കണ്ടാലെന്താ? നമ്മൾ ദ്വാരക്കുന്ന കേടൊന്നുമില്ലല്ലോ, ആർക്കും അറിയുന്നതല്ലേ, ആർക്കെതിരായി ദ്വാരക്കൊന്നുമില്ലല്ലോ. ആര് കണ്ടാലെന്താ, കണ്ടില്ലെങ്കിൽ എന്താ? ദ്വാരക്കല്ല. നമ്മൾ അങ്ങനെ ദ്വാ പതിവാക്കിയിട്ട് ആരെങ്കിലും അങ്ങനെ പതിവാക്കാൻ ആർക്കെങ്കിലും മനസ്സ് വന്നാൽ അത് റാഹത്തല്ല. വേറെ ആരോ പതിവാക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. എന്നാലും അങ്ങനെ ഒരു ഖൈർ ഞാനും ചെയ്യട്ടെ എന്നൊരു ചിന്ത ഒരാൾക്ക് വന്നാൽ അത് വലിയ നേട്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും പതിവാക്കുക. ബാപ്പമാരും ഉമ്മമാരും പതിവാക്കുന്നത് കണ്ട് മക്കളും പതിവാക്കുക.
കുടുംബക്കാർ പതിവാക്കും, എല്ലാവരും പതിവാക്കും. നന്മകളിൽ സജീവമാകുക. ആഖിറത്തിലേക്ക് വേണ്ട അമൽ അതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.